ഗുരുപീഠത്തിൽ ആസനസ്ഥനാക്കി പൂജിച്ച് തൻ്റെ ഭാഗവത ശ്രവണത്തിനുള്ള ആഗ്രഹത്തെ പ്രകടിപ്പിക്കുന്നു. എന്താണ് ഒരു മർത്യൻ്റെ കർത്തവ്യം എന്നുള്ള ചോദ്യം, മനുഷ്യ ജന്മത്തിൻ്റെ പരമമായിരിക്കുന്ന ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് തന്നെ കൈപിടിച്ചുയർത്തണേ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയാണ് പരീക്ഷിത്ത് ശ്രീ ശുകബ്രഹ്മർഷിയുടെ മുമ്പിൽ സമർപ്പിച്ചത്. അതിനുള്ള മറുപടി ആദ്യം തന്നെ ഇതാ ദ്വിതീയ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി നൽകുന്നുണ്ട്. എന്താണ് കർത്തവ്യം, എന്താണ് സ്മർത്തവ്യമായിട്ടുള്ളത്? ഇങ്ങനെ കിം കർത്തവ്യം അഥോ ജപ്യം യൽ സ്മർത്തവ്യം എന്നൊക്കെയുള്ള ആ പരീക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്കിൽ തന്നെയാണ് ഉത്തരം. ഹരി സർവത്ര സർവദാ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ചേച്ഛത അഭയം. അഭയം ആരാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അമൃതത്വത്തെ ആഗ്രഹിക്കുന്നത് ആരാണ്, മൃത്യുവിനെ ജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരേ ഒരു ആശ്രയമേ ഉള്ളൂ. അതാണ് ഹരി എന്നുള്ള നാമത്തെ കൊണ്ട് സൂചിപ്പിച്ചത്. ഹരിയായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാനെ തന്നെയാണ് സ്മരിക്കേണ്ടത്, കീർത്തിക്കേണ്ടത്, ആശ്രയിക്കേണ്ടത്. ഹരി സർവത്ര സർവദാ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ചേച്ഛതാഭയം. ഏതാവാൻ സാഖ്യയോഗാഭ്യാം സ്വധർമ്മപരിനിഷ്ഠയാ ജന്മലാഭ പരപുംസാമന്തേ നാരായണ സ്മൃതി. എന്താണ് പരമമായിരിക്കുന്ന ലാഭം? മനുഷ്യജന്മത്തിൻ്റെ പരമമായിരിക്കുന്ന ഒരു നേട്ടം എന്താണ് എന്ന് ചോദിച്ചാൽ നാരായണ സ്മൃതി ഉണ്ടാവുക എന്നുള്ളതാണ്. ഭഗവാനെ സ്മരിക്കുക. ഭഗവത് സ്മരണ ഉണ്ടാവുന്നതാണ് മനുഷ്യജന്മത്തിൽ സാഫല്യത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ നാരായണ സ്മൃതി ഇല്ലാത്ത ഒരാളെ മനുഷ്യനെന്ന് പറയാൻ സാധിക്കില്ല എന്നർത്ഥം. എപ്പോ അന്തേ നാരായണ സ്മൃതി എന്ന് പറയുന്ന സമയത്ത് അവസാനത്തിൽ നാരായണ സ്മൃതി ഉണ്ടാവുക എന്ന് മാത്രമാണോ? അതല്ല, അവസാനത്തിൽ എന്തായാലും ഉണ്ടാവണം, അതിനുള്ള വഴി നോക്കണം എന്നാണ്. അവസാനത്തിൽ ഉണ്ടായാൽ മതി എന്നല്ല, അവസാനം ഭഗവാനെ സ്മരിക്കാറാവണമെന്നോ സ്മരിക്കണമെന്നോ സ്മരിച്ചാൽ മതി എന്നോ അല്ല. പിന്നെന്താണ്? അവസാനത്തിൽ ഭഗവാനെ സ്മരിക്കും എന്ന് ഉറപ്പാക്കണം എന്നാണ്. ഉറപ്പാക്കണമെങ്കിൽ എന്ത് വേണം? ഒന്നെങ്കിൽ അവസാനം എപ്പോഴാന്ന് അറിയണം. അതാർക്കും തിരിച്ചറിഞ്ഞിട്ടില്ല. ഉണ്ടായത് എപ്പോഴാന്ന് തന്നെ തിരിച്ചറിയണില്ല, പിന്നല്ലേ പോണത് എപ്പോഴാന്ന് തിരിച്ചറിയണത്. ഉണ്ടായതിനെയും ഇനി ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ അറിയോ? അതും അറിയാൻ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് എപ്പോഴാണ് നശിക്കുന്നത് എന്നറിയാം. അപ്പോ ഭൂത ഭവ്യ ഭവത് പ്രഭുവായിട്ടുള്ള ഭഗവാനെ ആശ്രയിക്കാം. അതാണ് സഹസ്രനാമത്തിൽ പറഞ്ഞല്ലോ അല്ലേ? ഭൂതഭവ്യ ഭവൽ പ്രഭു, ഭൂതഭവ്യ ഭവൽ പ്രഭു. ഇതൊക്കെ തിരിച്ചറിയണ ആളുണ്ടെങ്കിൽ അത് ഭഗവാനാണ്. അതുകൊണ്ട് ആ ഭഗവാനെ ആശ്രയിച്ചാൽ മതി. ഭൂതഭവ്യ ഭവൽ പ്രഭുവായിരിക്കുന്ന കഴിഞ്ഞതും നടക്കുന്നതും വരാനിരിക്കുന്നതും ഒക്കെ എന്തിലാണോ അല്ലെങ്കിൽ ആരാൽ സംഭവിക്കുന്നുവോ ആ ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പരിഭ്രമിക്കേണ്ടതില്ല. കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ടോ, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയിട്ടോ, ഇനി വരാനിരിക്കുന്നതിനെ പറ്റിയിട്ടോ ആശങ്കകളും ഭയവും ദുഃഖവും ഒന്നും വേണ്ടെന്നാണ്. കഴിഞ്ഞു പോയതിനെ പറ്റി ദുഃഖമുണ്ടാവാം, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഭയമുണ്ടാവാം, ഇനി ഇതിനേക്കാളും അപകടം വന്നു ചേരുമെന്ന് ആശങ്കയുണ്ടാവാം, സംശയങ്ങളുണ്ടാവാം. ഇതിനെയൊക്കെ ഇല്ലാതെയാവണം. അതാണ് ഇച്ഛത ആഭയം എന്ന് പറയാൻ കാരണം. അഭയം എന്ന് പറഞ്ഞാൽ നിർഭയം എന്നുള്ളതിൻ്റെ തന്നെ മറ്റൊരു ഭാവം തന്നെയാണ്, മറ്റൊരു ഭാവമല്ല, അത് തന്നെ നിർഭയത്വം എന്ന് പറയുന്നത് തന്നെയാണ് അഭയം എന്ന് പറയുന്നത്. ഭയമില്ലാത്ത അവസ്ഥ. അപ്പൊ ഭയമില്ലാത്ത അവസ്ഥയെ അതെപ്പോഴാണ്? അത് വർത്തമാന കാലത്തിലാണ്. ഓരോ നിമിഷവും ഭയമില്ലാതിരിക്കണം. ഇന്നലെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നലെ ഉണ്ടായതാണ്, ദുഃഖമാണ് അല്ലേ? ആ ഭയത്തെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഇപ്പൊ നടക്കുന്ന അതിനെ പോലും വേണ്ട പോലെ തിരിച്ചറിയാൻ സാധിക്കാതെ എന്ത് സംഭവിക്കുമെന്നുള്ളൊരു ഭയവും ആശങ്കയും അത് വരുന്ന നിമിഷങ്ങളിലും അടുത്ത കാലത്തിലും അതുപോലെ നമുക്ക് ആശങ്കയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഭൂതഭവ്യ ഭവൽ പ്രഭുവായിരിക്കുന്ന ഭഗവാനെ ആശ്രയിച്ചാൽ ദുഃഖങ്ങളെ തീർക്കണു, ഭയത്തെ നീക്കണു,
അല്ലേ ആശങ്കകളെ സംശയങ്ങളെ ഇല്ലാതെയാക്കി തീർക്കണം. മാത്രമല്ല എപ്പോഴും ആനന്ദത്തെ നൽകുകയും ചെയ്യണം. അല്ലേ വേണ്ടാത്തതിനെ ഇല്ലാതെയാക്കൽ മാത്രമല്ല വേണ്ടതിനെ നൽകുകയും ചെയ്യുന്നതാണ്. അതാണ് ഹരി സർവത്ര സർവദാ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ചേച്ഛതാഭയം എന്ന് ദ്വിതീയ സ്കന്ധത്തിൽ ആദ്യം തന്നെ ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് തൻ്റെ ആ ഭാഗവത കഥനത്തിലേക്ക് പ്രവേശിക്കുന്നത്. സൈന്യേഷു അസൽസ്വതി തേഷാം പ്രമത്തോ നിധനം പശ്യന്നഭി ന പശ്യതി തസ്മാൽ ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരി ശ്രോതവ്യ കീർത്തിതം യശ്ച സ്മർത്തവ്യശ്ചേച്ഛതാഭയം ഏതാവാൻ സംഘയോഗാഭ്യാം സ്വധർമ്മപരിനിഷ്ഠയ ജന്മലാഭപര പുംസാ വന്ദേ നാരായണസ്മൃതി പ്രായേണ മുനയോ രാജൻ നിവൃത്താ വിദിഷേത നൈർഗുണ്യസ്ഥാരമന്ദേ സ്മാ ഗുണാനുകഥനേ ഹരേ. ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം അധീതവാൻ ദ്വാപരാദോ പിതൃദ്വൈപായനാദഹം പരിനിഷ്ഠിതോപി നൈർഗുണ്യ ഉത്തമ ശ്ലോകലീലയാം ഗൃഹീതചേതാരാജർഷേ ആഖ്യാനം യദധീതവാൻ തദഹം തേ വിധാസ്യാമി മഹാപൗരുഷകോ ഭവാൻ യസ്യ ശ്രദ്ധദദാമാശുസ്യാൻ മുകുന്ദേ മതിസ്സതി ഏതന്നിർവിദ്യമാനാനാമിച്ഛതാമഹതോഭയം യോഗിനാം നൃപനിർണീതം ഹരേർനാമാനുകീർത്തനം കിം പ്രമത്തസ്യ ബഹുഭിഃ പരോക്ഷൈർഹായനീരിഹ വരം മുഹൂർത്തം വിദിതം ഘടേത ശ്രേയസേത ഖട്വാംഗോ നാമ രാജഋഷി ജ്ഞാത്വേയത്താമിഹായുഷ മുഹൂർത്താൽ സർവമുത്സൃജ്യ ഗതവാൻ അഭയം ഹരി തവാപ്യേതർഹി കൗരവ്യാസപ്താഹം ജീവിതാവധി ഉപകൽപ്പയതൽ സർവം താവദ്യൽ സാമ്പരായികം അന്ധകാലേത് പുരുഷ ആഗതേ ഗതസാധ്വസ ചിന്തിയാത് അസംഗശസ്ത്രേണ സ്പൃഹാം ദേഹേനുയേചനം ഗൃഹാൽ പ്രവ്രജിതോ ധീര പുണ്യതീർത്ഥജലാപ്ലുത ശുശോ വിവിക്താസീന വിധിവൽ കൽപ്പിതാസനേ അഭ്യസേൻ മനസാ ശുദ്ധം ബ്രഹ്മാക്ഷരം വരം മനോയച്ഛേജിതശ്വാസോ ബ്രഹ്മബീജമവിസ്മരൻ നിയച്ഛേദ് വിഷയേഭ്യോക്ഷാൻ മനസാ ബുദ്ധിസാരഥി മനഃകർമ്മഭിരാക്ഷിപ്തം ശുഭാർത്ഥേ ധാരേദ്ധിയ തത്രൈകാവയവം ധ്യായേൽ അവ്യുച്ഛിന്നേന ചേതസാ മനോ നിർവിഷയം യുക്ത്വാ തദക്കിഞ്ചന സ്മരേത പദം തൽപരമം വിഷ്ണോർമനോ യത്ര പ്രസീദതി രജസ്തമോഭ്യാമാക്ഷിപ്തം വിമൂഢം മനാത്മന യച്ഛേദ്ധാരണയാ ധീരോ ഹന്തി യാ തൽകൃതം ബലം യസ്യാം സന്ധാര്യമാണായ യോഗിനോ ഭക്തിലക്ഷണ ആശു സമ്പദ്യതേ യോഗ ആശ്രയം ഭദ്രമീക്ഷത രാജോവാച യഥാ സന്ധാര്യതേ ബ്രഹ്മൻ ധാരണായത്വസമ്മതായാദൃശീവാഹരേദാശു പുരുഷസ്യ മനോമലം ശ്രീശുക ഉവാച ജിതാസനോ ജിതശ്വാസ ജിതസംഗോ ജിതേന്ദ്രിയാ സ്ഥൂലേ ഭഗവതോ രൂപേ മനഃ സന്ധാരയദ്ധിയ വിശേഷസ്തസ്യ ദേഹോയം സ്തവിഷ്ടശ്ച സ്തവീയസാം യത്രേദം ദൃശ്യതേ വിശ്വം ഭൂതം ഭവ്യം ഭവച്ഛസൽ ഗോപാല കേശവ ഗോവിന്ദ മാധവ ഗോപാല കേശവ ഗോവിന്ദ മാധവ ഗോപാല കേശവ ജയ നന്ദ മുകുന്ദ നവനിത ശോര രാധേ ഗോപാല 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 ഗോവിന്ദ 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 മാധവ ഗോപാല കേശവ ഗോവിന്ദ മാധവ ഗോപാല കേശവ ജയ നന്ദ
മുകുന്ദ നവനിത ചോര രാധേ ഗോപാല ജയ നന്ദ മുകുന്ദ നവനിത ചോര രാധേ ഗോപാല ജയ നന്ദ മുകുന്ദ നവനിത ചോര രാധേ ഗോപാല ജയ നന്ദ മുകുന്ദ നവനിത ചോര രാധേ ഗോപാല गिरिधारी गिरिधारी जय राधे गोविंद 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 घन श्याम 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 राधे गोपाल 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 गोविंद 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 माधव गोपाल केशव गोविंद माधव गोपाल केशव गोविंद माधव गोपाल केशव गोविंद माधव गोपाल केशव नंद मुकुंद नवनित शोर राधे गोपाल मुकुंद नवनीत चोर राधे गोपाल नंद मुकुंद नवनित शोर राधे गोपाल जय नंद मुकुंद नवनीत चोर राधे गोपाल नंद मुकुंद नवनित शोर राधे गोपाल जय नंद मुकुंद नवनीत चोर राधे गोपाल जय नंद मुकुंद नवनित शोर राधे गोपाल जय नंद मुकुंद नवनीत चोर राधे गोपाल गोविंद 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 माधव गोपाल केशव गोविंद माधव गोपाल केशव गोविंद माधव गोपाल केशव गोविंद माधव गोपाल केशव गोपाल केशव गोपाल केशव गोपाल केशव
വ്യാസനാരദ സംവാദം. സൂത ശൗനക സംവാദ രൂപത്തിൽ ആരംഭിച്ച് വ്യാസനാരദ സംവാദത്തിലേക്ക് പ്രവേശിക്കുന്നു. ശൗനകാദി മഹർഷീശ്വരന്മാര് സൂതനെ കണ്ടുമുട്ടിയ രംഗം, അല്ലെങ്കിൽ സൂതൻ നൈമിഷാരണ്യത്തിലേക്ക് വന്ന രംഗം ആദ്യം വർണ്ണിച്ചു. എന്താണ് നൈമിഷാരണ്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ വിസ്തരിച്ച് അനേക സപ്താഹങ്ങളിൽ കേട്ടതാവും നമ്മൾ ഓരോരുത്തരും, അല്ലേ? നൈമിഷേ അനിമിഷ ക്ഷേത്രേ. കാലം അതിൻ്റെ ഒരു സ്വഭാവമുണ്ട്, എന്നാൽ അതേ കാലം ഈശ്വര സ്വരൂപവുമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾക്കും ഈ കാലത്തിനെ കുറ്റം പറയും. കലികാലല്ലേ, കലികാലാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ കലിയെ ഉള്ളിൽ ഉൾക്കൊണ്ട് പ്രവർത്തിച്ചാൽ അത് കാലത്തിന് ബാധകമൊന്നുമല്ല. നമ്മൾ കാലം എന്ന് പറയും, എന്നാൽ അതേ കാലത്തിൽ തന്നെ കലി ഇല്ലാത്തവർക്ക് കലികാലമൊന്നുമില്ല. കലി എന്നെ ബാധിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ കാലം കലികാലം, അത്രേ പറയാൻ പറ്റുള്ളൂ. ഭാഗവതത്തിന്റെ അഭിപ്രായം അങ്ങനെയാണ്. സജ്ജനങ്ങൾക്ക് എന്തില്ല, അവർക്ക് കലികാലമൊന്നുമില്ല. സജ്ജനങ്ങൾ ഒരിക്കലും കലികാലല്ലേ കലികാലല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല. ഒന്നാമത്തെ കാര്യം, അവർക്ക് വേറെ പണിയുണ്ട്. അതാണ് ഏത് പണി? നാമം ജപിക്കുക, ഈശ്വരാരാധന ചെയ്യുക, ഈശ്വരനെ പൂജിക്കുക. അപ്പൊ ഇതൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കലികാല വൈഭവം. പണ്ട് ഏതൊരു സിനിമയിൽ കുട്ടിക്കാലത്തോ കണ്ടൊരു ഓർമ്മയുണ്ട്, ഒരാളിങ്ങനെ നെഞ്ഞൊഴിഞ്ഞ കലികാല വൈഭവം ഇടയ്ക്കിടയ്ക്ക് പറയും. ആരാ? ഒടുലൂണ്ണീഷണല്ലേ? അതെ, അങ്ങനെ കണ്ടിട്ടുള്ളത്. കുട്ടിക്കാലത്ത് കണ്ട സിനിമയായി, ഏതാ സിനിമ എനിക്കറിയില്ല. പഴയ ഒരു സിനിമയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയാളിങ്ങനെ പറയും കലികാല വൈഭവം. ഇയാളുടെ നെങ്ങത്താണേ, അല്ലാതെ വേറെ എവിടെയല്ല. ഇപ്പോഴും ഇങ്ങനെ ആ ഒരു ചിത്രങ്ങൾ ഓർമ്മയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അപകടം പറഞ്ഞാൽ അപ്പൊ കലികാല വൈഭവം എന്ന് പറയും. എന്ത് വൈഭവം? അതെല്ലാവർക്കും ഒന്നുമില്ല. ഇത് കലിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കുള്ളതാണ് കലി. സജ്ജനങ്ങളെ കലി ബാധിക്കില്ല. അല്ലെ? ത്യാഗരാജസ്വാമികളൊക്കെ പാടിയിട്ടുള്ളത് തന്നെ അതാണ്. കലിബാധകൾ ഒഴിയാൻ ശിവനാമം രാമനാമം ഒക്കെ ജപിക്കാൻ ആണ് പറഞ്ഞിട്ടില്ല. ശിവ ശിവ ശിവയനരാധ എന്നുള്ള ഒരു കീർത്തനുണ്ട്. കലിബാധല, ആ കലിബാധ ഏൽക്കാതെ രക്ഷിക്കണേ എന്നാണ്. കലിബാധ ഏൽക്കാതെ രക്ഷിക്കണേ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കും. അവരെ രാമന്റെ നാമം ജപിച്ചുകൊണ്ടും, അല്ലേ, ശ്രീകൃഷ്ണനാമത്തെ ജപിച്ചുകൊണ്ടും. നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച കലി വിഷയമല്ല. ആരൊക്കെ കലി ബാധിക്കുന്നത്? ഇനി ഭാഗവതം തന്നെ പറയും. എന്നാണ് ഈ കലി തുടങ്ങി? കൃഷ്ണൻ പെടില്ല എന്ന് പറയാൻ തുടങ്ങിയപ്പോ എന്നാണ്, അല്ലേ? ഭഗവാൻ ഇവിടുന്ന് പോയി കലി വന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ പോയ ആൾക്കാർക്കാണ് എന്ത് വന്നത്? ആര് വന്നു? കലി. എന്നാ ഭാഗവതം പറയുന്നത് ഈ കലിയും ദ്വാപരനും ഒക്കെ എല്ലാ കാലത്തും ഉണ്ട്. ഇതൊക്കെ യുഗപുരുഷന്മാരാ. ത്രേതായുഗം, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരം. മൈത്രേയ മഹർഷിയോട് പറയണത് കേൾക്കാം തൃതീയ സ്കന്ധത്തിൽ. എന്താ അത്? സുഖായ കർമാണ കരോതി ലോകേ നദൈ സുഖം വാ അന്യത് ഉപാരമം വാ വിന്ദേത ഭൂയ തദ ഏവ ദുഃഖം. അല്ലേ? വേണം വേണം പറയണ സുഖം, ഉണ്ടാവണത് മുഴുവൻ ദുഃഖം. എപ്പോൾ നോക്കിയാലും സുഖം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കർമ്മങ്ങളും സുഖത്തിന് വേണ്ടിയാണ് ചെയ്യണത്. അത് തിരിച്ചു കിട്ടണതോ? അല്ലെ? ആരെങ്കിലും ദുഃഖം വേണം അതിന് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ആകെ കുന്തിദേവിയാണ് ഇങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നത്. കുന്തിദേവിയുടെ വാക്കുകളിലാണ് ഇങ്ങനെയും ആവാം. കാരണം എന്താ? ഇതാണ് സത്യം. അതാ കുന്തിദേവി പറയണത്. വിപദസന്തുനശ്വൽ തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യൽസ്യാൽ അപുനർഭവ ദർശനം ജന്മൈശ്വര്യ ശ്രുതശ്രീഭിരേധമാനമതപ്പുമാൻ നൈവാർഹത്യഭിതാതും വൈത്വാം അകിഞ്ചന ഗോചരം. വലിയ അഭിമാനികളായിട്ടുള്ള ആൾക്കാർക്കൊന്നും ഭഗവാനെ കിട്ടിക്കൊള്ളുന്നില്ല. വലിയ കുലമഹിമയും, അല്ലെ, ധനവും ഐശ്വര്യവും സുഖവും വലിയ സുഖമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. ഭഗവാനെ പറ്റി ചിന്തിക്കലുണ്ടാവില്ല. ഭഗവാനെ കാണാൻ തരായിക്കൊള്ളുന്നില്ല. കാരണം എന്താ? ഭഗവാനെ കാണാൻ തരാവുന്നത് നിഷ്കിഞ്ചരന്മാർക്കാണ്. അതെന്താ നിഷ്കിഞ്ചരന്മാര്? ഒന്നും വേണ്ടാത്തവര്. അവരിങ്ങനെ പറയും ഞങ്ങൾക്കൊന്നും വേണ്ട, ഒന്നും ആവശ്യമില്ല, പിന്നെ എന്തേ വേണ്ടു? നമുക്ക് ഭഗവാനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അത് സാധിച്ചാൽ മതി. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ ശ്രമവും. ഇനി വല്ലതുണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കും ഇവര്.
വന്നു ചേർന്നാൽ അതിനെ ഉപേക്ഷിക്കും. കാരണം എന്താ? അവർക്കറിയാം ഇതൊക്കെ വന്നു ചേർന്നാൽ അല്ലെ ജന്മ ഐശ്വര്യ ശ്രുത ശ്രീഭി ഏതമാനമത എന്നാണ്. വന്നു ചേരുന്നതൊക്കെ നമ്മളിൽ അഹങ്കാരം ഉണ്ടാക്കും. ധനം വന്നാൽ അഹങ്കാരം, സൗന്ദര്യം വന്നാൽ അഹങ്കാരം, വിദ്യ വന്നാൽ പറയുകയൊക്കെ ചെയ്യും. വിദ്യ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെ ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ അഹങ്കാരം ഉണ്ടാവില്ല എന്നൊക്കെ. ഇത് വരുന്നതിന്റെ മുമ്പ് വരും അത് മറ്റത്. അതാ പ്രശ്നേ. എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ എന്നെ അഹങ്കാരമായി. സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയിട്ട് പോലും വേണ്ട. കിട്ടിയാലോ? കിട്ടിയാൽ പിന്നെ പറയും വേണ്ട. എന്തു മാത്രമില്ല, വേണ്ടത് മാത്രമില്ല അല്ലേ? അമൃതഭാവം, വിനയം, വിവേകം അത് നഷ്ടപ്പെട്ടാ പലപ്പോഴും. അതുകൊണ്ടാണ് ഹരിദോഷണം എന്നവിടെ പറയാൻ. സംസിദ്ധി എല്ലാം ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ ചെയ്യുന്നത് മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ്? സംസിദ്ധി ഹരിദോഷണം. അല്ലെങ്കിൽ അതിന്റെ ഫലം യഥാർത്ഥത്തിൽ ഇതാണ്, ഭഗവാന്റെ സന്തോഷം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പ്രയത്നിക്കേണ്ടത്. അവനവന്റെ ഇന്ദ്രിയങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കേണ്ടത്. ഇന്ദ്രിയ ദോഷണമല്ല, പിന്നെന്താണ്? ഹരിദോഷണമാണ് വേണ്ടത്. അല്ലേ? ധർമ്മസ്യ ഹ്യാപവർഗസ്യ നാർത്ഥോർത്ഥായോപകൽപ്പതേ നാർത്ഥസ്യ ധർമ്മ ഏകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃത കാമസ്യ ന ഇന്ദ്രിയ പ്രീതി ലാഭോ ജീവേതയാവതാ ജീവസ്യ തത്വജിജ്ഞാസ നാർത്ഥോ യശേഹ കർമ്മം. വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവിടെ പറയും. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അല്ലേ? അവനവനെ സുഖാവണം എന്നൊക്കെ പറയുന്നത് ഈ ഇന്ദ്രിയ സുഖങ്ങളെ പറ്റി. അതിനു വേണ്ടിയാ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ സുഖം ഉണ്ടാവുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇന്ദ്രിയങ്ങളിൽ നിന്നല്ല യഥാർത്ഥമായിരിക്കുന്ന സുഖം ലഭിക്കുന്നത്. എന്തിൽ നിന്നാണ് യഥാർത്ഥമായിരിക്കുന്ന സുഖം ഉണ്ടാവുന്നത്? അല്ലെ? കാമസ്യ എന്ന ഇന്ദ്രിയ പ്രീതി ലാഭോ ജീവേതയാവതാ ജീവസ്യ തത്വജിജ്ഞാസ. ഒരാൾക്ക് എപ്പോഴാ പരമമായിട്ടുള്ള സുഖം, പരമമായിട്ടുള്ള ആനന്ദം ഉണ്ടാവുന്നത്? ഈശ്വരനെ പറ്റി അറിയാനുള്ള ജിജ്ഞാസ, ആഗ്രഹം ഉണ്ടാവുമ്പോഴാണ്. ഭഗവാനെ പറ്റി അറിയുമ്പോഴാണ് വേണ്ടതൊക്കെ ലഭിക്കുന്നത്, പരമമായിരിക്കുന്ന ആനന്ദം ലഭിക്കുന്നത്. അല്ലാതെ മറ്റ് വിഷയ പ്രാരബ്ധ ബന്ധങ്ങളോടുകൂടിയതായിട്ടുള്ള കർമ്മങ്ങളിൽ നിന്നല്ല. മാത്രമല്ല ഇവിടെയുള്ള യാതൊരു കർമ്മങ്ങളെ കൊണ്ടും യഥാർത്ഥമായിരിക്കുന്ന ആനന്ദത്തെ ലഭിക്കുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്യണ്ട എന്ന് പറയണ്ടോ? അതില്ല, ചെയ്യണം. എന്തിനാ? ഹരിദോഷണം. നമ്മളീ വിചാരിക്കുന്നതൊന്ന് മാറ്റിയാൽ മതി. ഇതൊക്കെ എൻ്റെ സുഖത്തിന് വേണ്ടി എനിക്ക് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാതെ ഇതൊക്കെ ഭഗവാന് വേണ്ടിയാണ്, ഭഗവാനിലേക്കാണ് അല്ലേ? ഭഗവാന്റെയാണ്. ഭഗവാനാണ് യഥാർത്ഥമായിരിക്കുന്ന ഫലത്തെ നൽകുന്നത്. എന്താ ഈ കർമ്മണ്യേവാധികാരത്തെയം ആ ഫലേഷു കഥാചന എന്ന് ഉപദേശം ഉണ്ടാകാൻ കാരണം? അല്ലെ? ഫലരൂപി ആരാ? കേൾക്കാനും പറയാറുമായി ഈ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കാനൊക്കെ തുടങ്ങിയതാണ്. അങ്ങനെ പറഞ്ഞ് ദിവസങ്ങൾ മുന്നോട്ട് പോയത് അറിഞ്ഞില്ല. ഒരു ദിവസം ഇവരെല്ലാം ഉപേക്ഷിച്ച് അവിടുന്ന് പോവുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടമായി. കാരണം എനിക്കിനി ആരാ ഉള്ളത്? ഇതുവരെ അമ്മയുടെ ഒപ്പം ആണെച്ചാലും അമ്മയെ പോലും മറന്നുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇവരുടെ കൂടെ കൂടിയത്. അമ്മയതെ അവിടെ എത്തിയാച്ചാൽ അവിടെ ഇരുന്നോട്ടെ, ഉപദ്രവമില്ലല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഉണ്ടേ. ഇതെന്താ ഉപദ്രവം? ജോലി ചെയ്യാൻ പറ്റില്ല, ഇതിങ്ങനെ പിന്നാലാണെന്ന് കഴിഞ്ഞാൽ എന്നാ അത് അവിടെ ഇരുന്നോട്ടെ. ഇന്ന് കുട്ടികളെ ഉപദ്രവം മാറാൻ മൊബൈലും കൊടുത്തിരുത്താ പറ്റുന്നത്. അതാണ് ഏറ്റവും വലിയ അപകടം. കണ്ണും കയ്യും കാലും തലയൊക്കെ അടിച്ചു പോകും അവസാനം. ചെറിയ കുട്ടികളെ നേരെ മൊബൈലിലും ഉപയോഗിക്കും. എന്താ? അച്ഛനും അമ്മയ്ക്ക് മൊബൈൽ വാങ്ങണം, അപ്പൊ അതിന് കുട്ടികളെ ചെയ്തു അതാണ് ഏൽപ്പിക്കും. എന്നാ പിന്നെ എന്തിനാ അങ്ങനെ ഒന്നും? കുട്ടി വേണ്ടല്ലോ, മൊബൈല് പോലെ എന്നാണ്. അല്ല, എന്ത് കാണിക്കുന്ന ഓരോരുത്തർ കാണിച്ചു കൂട്ടണം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ ഉണ്ണി സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കണണ്ടപ്പോ ആ അമ്മയ്ക്ക് സന്തോഷമായി. കാരണം ഇതുവരെ ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അമ്മ സന്തോഷിച്ചു. പക്ഷെ ഇവര് പോകുന്ന സമയത്ത് ഈ ഉണ്ണി ചോദിച്ചു, ഞാനും കൂടെ പോരട്ടെ നിങ്ങളുടെ? എനിക്ക് നിങ്ങളുടെ കൂടെ പോരാൻ വലിയ ഇഷ്ടമാണ്. അപ്പൊ അവര് പറഞ്ഞു, അയ്യോ ഉണ്ണി, ഞങ്ങൾക്ക് നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങൾ എവിടുന്നോ വന്ന ആൾക്കാരാണ്. ഞങ്ങൾ പരസ്പരം തന്നെ യാതൊരു ബന്ധങ്ങളും ഇല്ല. എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചവരാ ഞങ്ങള്.
നിനക്കാണെങ്കിൽ ഇവിടെ ഒരു ബന്ധമുണ്ട്. ആരാ? നിന്റെ അമ്മ കൂടെ ഉണ്ട്. ഈ അമ്മയെ നോക്കേണ്ട ആളല്ലേ. എന്തായാലും നിനക്ക് ഞങ്ങളെ പോലെ ഒരിക്കൽ നടക്കാറാവും, നിനക്ക് ഭഗവാനെ കാണാറാവും എന്ന് പറഞ്ഞു കൊടുത്തു. അനുഗ്രഹിക്കുകയും ചെയ്തു. ശിരസിൽ കൈവച്ച് മൂർധന്യ അകഗ്നേന പാണിന. അകഗ്നേന പാണിന നമുക്ക് കാണാം. ഇനി ധ്രുവചരിതം പറയുന്ന സമയത്ത് നാരദ മഹർഷി ഇതുപോലെ ശിരസിൽ കൈവയ്ക്കുന്നുണ്ട്. ഈ നാരദ മഹർഷി ധ്രുവന്റെ ശിരസിൽ കൈവയ്ക്കുന്നത് പണ്ട് തൻ്റെ ശിരസിൽ മഹർഷിമാര് കൈവച്ച അതേ വാക്കുകളെ പറഞ്ഞിട്ടാണ്. നാരദ മഹർഷി ധ്രുവനെ അനുഗ്രഹിക്കുന്ന സമയത്ത് നാരദ മഹർഷിയുടെ കണ്ണുകൾ ഇങ്ങനെ നിറയുന്നുണ്ട്. കാരണം പണ്ട് ഇതുപോലെ അനുഗ്രഹം തൻ്റെ ശിരസിൽ ആ മഹർഷിമാര് നൽകിയിട്ടുണ്ട്. അന്ന് അവരിങ്ങനെ ആ ഭഗവാന്റെ പരമമായിരിക്കുന്ന ആനന്ദത്തിൽ ലയിച്ച് ആ പരമാനന്ദ സമുദ്രത്തിൽ ആറാടിക്കൊണ്ട് ആ ആനന്ദത്തിന്റെ കണ്ണുനീരോടുകൂടി ശിരസിൽ കൈവച്ച് എന്നെ അനുഗ്രഹിക്കുമ്പോ ഞാൻ വിചാരിച്ചിട്ടില്ല വേദവ്യാസ മഹർഷി ഞാൻ ഇങ്ങനെ നാരദനായിട്ടൊക്കെ ജനിക്കുന്നൊന്നും. പക്ഷേ ആ അനുഗ്രഹമാണ് എന്നെ നാരദനാക്കി തീർത്തത്. ആ മഹർഷിമാരെ അനുഗ്രഹിച്ചു. പിന്നെ അവര് പോയതിന്റെ ദുഃഖത്തോടു കൂടി കുറെ കാലം ഇരുന്നു. അമ്മയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഇപ്പോൾ അവരെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്നെ പണിയെടുക്കാൻ സഹായിക്കുക, അവരെ മാത്രം സഹായിച്ചാൽ മതി, എന്നെ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ പിന്നാലെ ആകെ ലഹളമയ. കുറച്ചു ദിവസത്തിന് പിന്നെ നാമം ജപമില്ല, ഭഗവാനെ ചിന്തിക്കലുമില്ല. അമ്മയുടെ പിന്നാലെ ചാണകം വലിക്കാനും പയ്യനെ കുളിപ്പിക്കാനും ആയിക്കോട്ടെ. 4 വീട്ടിലെ ഇടയ്ക്കെങ്കിലും നാമം ജപിക്കാൻ സമ്മതിക്കണ്ടേ? അമ്മ സമ്മതിച്ചില്ല. ഒന്നും വേണ്ട, നാമം ജപിക്കുക. അവരൊക്കെ പോയി, ഇനിയൊന്നും വേണ്ട, കർക്കിടക മാസത്തിൽ മാത്രം മതി, വൃശ്ചിക മാസത്തിൽ മാത്രം മതി എന്ന് പറഞ്ഞ പോലെ. വൃശ്ചിക മാസം ആയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ വർഷം കഴിഞ്ഞു. പിന്നെ റോഡൊന്നും വെച്ചുകൊണ്ടില്ല. അതെന്താ? അതന്നെ. അതുവരെ വൃശ്ചിക മാസത്തിൽ വലിയ ഗെയിമായിട്ട് കാണിച്ചാൽ എപ്പോഴും ആരാട്ട് നടക്കണമെന്നല്ല. പിന്നെന്താ? റോഡ് നിർത്തുകൊണ്ടിരുന്ന അവസ്ഥയാക്കരുത്. അപ്പൊ ഇങ്ങനെ ഈ സീസണൽ ഭക്തി എന്നൊക്കെ പറയും. ചിലപ്പോൾ ചില കാലത്ത് ചില മാസത്തിൽ മാത്രമുള്ള ഭക്തി അത് പോരാ, നിരന്തരം അവിടെ. അമ്മയെ സംബന്ധിച്ചത് മനസ്സിലായില്ല. അമ്മ വിചാരിച്ചത് ആ സജ്ജനങ്ങളിൽ നിന്ന് നാമം ജപിക്കുക, അപ്പൊ നാമം ജപിക്കുക. അല്ല, എന്ത് നാമം ജപിക്കണം? എന്തിനാ ഈ നാമം ജപിക്കണത്? ഇന്ന് നാമം ജപിക്കരുത്, ഉണ്ണി എന്നെ സഹായിക്കും. അപ്പൊ ഈ ഉണ്ണിക്ക് എന്ന് തോന്നിത്തരത്. ഇപ്പൊ അമ്മ വല്ലാത്ത പ്രശ്നമായില്ല, നാമം ജപിക്കാനും സമ്മതിക്കുന്നില്ല, നാമ പറയുന്ന ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഈ അപകടം കുറച്ച് ദിവസം അപകടമായിട്ട് അങ്ങനെ കഴിഞ്ഞു. കുറച്ച് ഒന്നും പറ്റാണ്ട് വലിയ ദുഃഖമായി എനിക്കെന്നാണ്. അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന, നാമം ജപിക്കാൻ പറ്റില്ലല്ലോ, ഭഗവാനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ ഒക്കെ ചിന്തിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരിക്കലും പെട്ടെന്നുണ്ടായി എല്ലാം ആകെ അപകടം എന്ന് തോന്നി. അപ്പോഴാണ് പെട്ടെന്ന് അതിനേക്കാളും വലിയൊരു അപകടം. എന്താ? അമ്മ പാമ്പ് കടിച്ചു മരിച്ചു. ഇനിയിപ്പോ ആരാ എനിക്ക് ചോറ് തരിക? അവൾക്കതായി ആകെ മരുന്നുമായി. ഇനിയിപ്പോ ആരാ എനിക്കുള്ളത്? അമ്മ മരിച്ചുപോയി. 4.5 വയസ്സ് തന്നെ ആയിട്ടുള്ളൂ. വലിയ കാലം, അധിക കാലമൊന്നുമില്ല. ഒരു ദിവസം ഇരുട്ടത്ത് പുറത്തിറങ്ങി പാമ്പ് കടിച്ചു. കഴിയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? കഴിഞ്ഞു. അമ്മ മരിച്ചു. ഈ മരിച്ചു എന്ന് എങ്ങനെയാ മനസ്സിലായ വെച്ചാൽ ആൾക്കാരെടുത്തോണ്ട് പോയി കത്തിക്കണത് കണ്ടു എന്നാണ്. ഇപ്പൊ എന്താ ചെയ്യുക? എൻ്റെ അമ്മ ഇനി തിരിച്ചു വരില്ല. ആകെ വിഷമായി കരഞ്ഞുകൊണ്ട് ഓടി. അവിടുന്ന് എനിക്ക് ആരുമില്ലേന്ന് പറഞ്ഞുകൊണ്ട് ഓടി. അമ്മ മരിച്ചു, എനിക്ക് എല്ലാവരും പോയി, ആരുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആര് തിരിഞ്ഞു നോക്കണു എന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ ഈ ഇങ്ങനെ റോഡ് കൂടെ നടക്കണ കുട്ടികളിങ്ങനെ ആരെങ്കിലും കരഞ്ഞുകൊണ്ട് ഓടിയാൽ നമ്മൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കാറുണ്ടോ? പലപ്പോഴും സമൂഹത്തിന് ഇതൊരു മനുഷ്യനാണെന്നോ, ഇല്ലെങ്കിൽ മനുഷ്യന് മാത്രമൊന്നുമല്ല, ഏത് ജീവിയായാലും അതൊന്നും ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം എന്താ? ഈ സ്വാർത്ഥ താല്പര്യങ്ങളോടുകൂടി അങ്ങനെ ഓടിക്കൊണ്ട് നടക്കുന്നു. അതിനിടയ്ക്ക് എത്രയെത്ര മനുഷ്യന്മാർ എങ്ങനെയൊക്കെ ഇരിക്കുന്നു, എത്രയെത്ര ജീവരാശികൾ ഇവിടെ എന്തൊക്കെ അനുഭവിക്കുന്നു, ഒന്നും വിഷയമല്ല. ഇതൊക്കെയാണ് നാരദ മഹർഷി അവിടെ സൂചിപ്പിക്കുക. ഞാൻ ഓടിയതൊന്നും ആർക്കും വിഷയമല്ല. അവരവരുടെ ഗൃഹങ്ങളിലും അവരുടെ സുഖങ്ങളിലും അവരുടെ കാര്യങ്ങളിലും മുഴുകി. ഞാൻ ഈ നാട്ടിലൂടെ അങ്ങനെ അവരുടെയൊക്കെ നടുവിലൂടെ ഞാൻ ഓടുന്നു, എനിക്ക് ആരുമില്ലേ എന്ന് പറഞ്ഞു ഓടുന്നത്. ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കി ഒരു തുള്ളി വെള്ളം തരുന്നുണ്ടാവും? ഇല്ല, അവർ ചിന്തിക്കുന്നില്ല. അവസാനം കാട്ടിലേക്ക് എത്തിയപ്പോൾ ആരുമില്ല, എനിക്ക് സമാധാനമായി. ഇങ്ങനെയുള്ള ആൾക്കാരെ കാണണ്ടല്ലോ. കാട്ടിലെത്തി, അവിടെ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ കിടന്നു കുറേ നേരം അവിടെ കിടന്ന് ഉറങ്ങിയെന്നാണ്. ദിവസങ്ങളോളം ഉറങ്ങിയോ? കാരണം അത്രയും ക്ഷീണവും അത്രയും ദുഃഖമൊക്കെ ഉണ്ടായിരുന്നു. ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോഴാണ് മേലും കയ്യൊക്കെ വേനിക്കുന്നുണ്ട്. കാരണം ദിവസങ്ങളോളമായി ഭക്ഷണം കഴിച്ചിട്ടും വെള്ളം കുടിച്ചിട്ടും
ചുറ്റും നോക്കിയപ്പോൾ എവിടെയോ ഒരു കാട്ടിലിങ്ങനെ ഒരു അരുവി ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അവിടെ ചെന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു, എന്തൊക്കെയോ ഒന്ന് മേലൊക്കെ ഒന്ന് നനച്ച് ആകെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് സമാധാനം ഉണ്ടായി. കുറച്ച് എന്തെങ്കിലുമൊക്കെ അവിടെ വീണ് കിടക്കുന്ന പഴങ്ങളൊക്കെ ചിലത് നോക്കിയപ്പോൾ കഴിക്കാമെന്ന് തോന്നിയത് എടുത്ത് കഴിക്കലൊക്കെ ഉണ്ടായി. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ അവിടെ തന്നെ ഇരുന്നു. കുറച്ചൊരു സമാധാനം. അമ്മ മരിച്ചത് ഓർമ്മയുണ്ട്, അതിന് മുമ്പത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴാണ് മഹർഷിമാര് പറഞ്ഞു തന്ന നാമങ്ങളെയും കഥകളെയൊക്കെ ഇങ്ങനെ ഓർമ്മിക്കാൻ തുടങ്ങിയത്. അതാണ് ഓർമ്മിച്ചപ്പോഴേക്ക് തന്നെ കണ്ണടഞ്ഞു എന്നാണ്, ഉറങ്ങിയതല്ല, പിന്നെന്താ ധ്യാനിച്ചതാ. ആ ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ ആ മഹർഷിമാര് പറഞ്ഞു തന്ന രൂപവും കഥകളും നാമങ്ങളും ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ ആനന്ദത്തോടുകൂടി ഇരുന്ന സമയത്ത് പെട്ടെന്ന് വേദവ്യാസ മഹർഷി എനിക്ക് എന്നെ ആരോ വന്നാണ്ട് കെട്ടിപ്പിടിച്ചതുപോലെ തോന്നി കാണാം. പെട്ടെന്ന് ഒരു തണുത്ത കാറ്റാണ് വരലും, ആരോ തന്നെ വന്ന് കെട്ടിപ്പിടിക്കണമല്ലോ എന്ന് തോന്നി. ഞാൻ കൂടെ ഉണ്ട് എന്ന് ചെവിയിൽ പറഞ്ഞതുപോലെ തോന്നിയെന്നാണ്. അത് കഴിഞ്ഞ് അതങ്ങോട്ട് നഷ്ടപ്പെടുകയും ചെയ്തു. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതാണ് ലക്ഷ്യം എന്ന് എനിക്ക് ഉറപ്പായി. പക്ഷെ നഷ്ടപ്പെട്ടപ്പോഴേ ഇനി ഞാൻ എങ്ങനെയാണ് ആ ആനന്ദത്തെ അനുഭവിക്കുക, ഇനി എനിക്ക് എങ്ങനെയാ സാധിക്കുക, എപ്പോഴാ ഭഗവാനെ കാണാൻ സാധിക്കുക എന്നിങ്ങനെ ഉള്ളിൽ ചിന്തിച്ചപ്പോഴാണ് ഈ ശരീരം കൊണ്ട് നിനക്ക് ഇപ്പൊ ഒരു അനുഭവം ഉണ്ടായില്ലേ, സാധിച്ചുല്ലോ, എന്നെ അനുഭവിക്കാൻ സാധിച്ചില്ലേ, ഇതെന്തിനു വേണ്ടിയിട്ടാ? ആത്മരുചി പ്രജായതേ, നിനക്ക് എന്നിലേക്ക് ഒരു ശ്രദ്ധയുണ്ടാവാൻ വേണ്ടി നൽകിയിട്ടുള്ളതാണ്. നല്ലവണ്ണം നീ ഇപ്പൊ അനുഭവിച്ചതായുള്ള ആനന്ദത്തെ ഉള്ളില് നല്ലവണ്ണം ശ്രദ്ധിച്ചോളൂ. ആ അനുഭവത്തെ നിലനിർത്താനും ആ അനുഭവത്തെ ഇനിയും നേടുന്നതിനായിട്ടും കാലം പ്രതീക്ഷൻ വിമതോ വിമത്സര. നീ കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. എപ്പോഴാണ് എന്നുള്ളത് പറയാൻ സാധിക്കില്ല, പക്ഷേ നിനക്ക് നീ എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ സ്വന്തമാക്കാൻ സാധിക്കും. അവനവന്റെ കുട്ടികൾ മരിച്ചു കിടക്കുന്ന സമയത്ത് തന്നെ ആ കുട്ടികളെ കൊന്നവനോട് ഒരു വാത്സല്യം ഈ കുട്ടികളുടെ അമ്മയായിട്ടുള്ള ദ്രൗപദിക്ക് തന്നെ ഉണ്ടാവുള്ളൂ. ലോകത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല, അതിനു മുമ്പും ഇതിനു ശേഷവും ഇനി ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താ, എല്ലാവർക്കും കൊല്ലാനാ എളുപ്പം അല്ലേ? അന്ന് എന്താ പ്രശ്നം, എന്നാ തട്ടിക്കൂടാ എന്നാണ്. അങ്ങനെയും കൂടി ഉണ്ടെന്ന് ചോദ്യം പറച്ചില്ലെന്നല്ലേ ആളെ കൊല്ലാൻ. ഫോട്ടോ നോക്കി അയ്യോ മാറിയില്ലോ, അത് സാരില്ല, മറ്റയാളെ തന്നെ കൊന്നൂടാ, ആരാവോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മണ്ടശിരോമണികളുടെ കാലഘട്ടം അപ്പോ അല്ലെ? ഇന്നിപ്പോ ചിലര് പറയാറുണ്ട്, ഇന്ന് ജീവിച്ചിരിക്കേണ്ട ചില അത്ഭുതം, മരിച്ചു എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല അത്ര. പണ്ട് അങ്ങനെയല്ല, പണ്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചു ചോദിക്കാറില്ലേ? ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്ന് താൻ ഇപ്പോഴും ഉണ്ടോ എന്നാ ചോദിക്കുക ആൾക്കാർ കണ്ടാൽ. എന്താ ചോദ്യത്തിന് കാരണം? അത്ര അപകട അവസ്ഥ, എപ്പോ വേണമെങ്കിൽ തല പോവാം. വീട്ടിലേക്ക് കയറുന്ന സമയത്ത് കഴുത്തിന്റെ മുകളിൽ ഇങ്ങനെ തപ്പി നോക്കി ഉണ്ട് അമ്മ കയറാം എന്ന് പറയാം. അല്ലെങ്കിൽ നല്ല പുരോഗതിയാണ് അല്ലേ? എപ്പോ വേണമെങ്കിൽ എവിടെ വെച്ച് വേണമെങ്കിൽ തല. അപ്പൊ അതുവരെ എന്ത് ചെയ്യാം, അതുവരെയൊക്കെ ആവാം എന്നൊക്കെ, തല പോണ വരെ ഒക്കെ ആവാം. അതാണ് കലിയുടെ അവസ്ഥ. അതാ ഈ കലിയുഗത്തിന്റെ ആരംഭത്തിലാണല്ലോ ഈ ഏർപ്പാടൊക്കെ. ഇല്ലെങ്കിൽ ദ്വാപരയുഗ അവസാനം. ഇവിടെ അശ്വത്ഥാമാവിനെ എന്ത് ചെയ്യണം? ദ്രൗപദീ ദേവിയുടെ ശ്രീകൃഷ്ണ ഭക്തിയാണ് ഇതിന് കാരണം എന്നാണ് പറയുന്നത്. അതാണ് ചോദിച്ചത്, എന്താ കാരണം? ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. കോമളൻ ഘന ശ്യാമളൻ മമ താമര കണ്ണ വന്നാലും എണ്ണയും കിണ്ണത്തിൽ കണ്ണയും കാത്തിരിക്കുന്നു. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ.
വന്നാലേ വന്നാലും കണ്ണ വന്നാലും കണ്ണ വന്നാലും കുഞ്ഞി പൈതലേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കൈരത്തിൽ ഓടക്കുഴലുമായി ഇസരസിൽ നീ വന്നാലും പാദങ്ങളിൽ പാദദാസർ അർപ്പിച്ചിടട്ടെ സർവ്വവും. ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ രമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. ഉച്ചയ്ക്ക് ശേഷം വരാഹ വാർത്താഷ്ടേഷേണ വിദൂരസുതദേവപദ്യ തേവേ വിദന്തി ച ദേവമായം ശ്രീശൂദ്ര ഗുണസഫല അഭിപാപജീവ എല്ലത്ഭുതക്രമപരായ ഏതദ്വേദിതുമിച്ഛാമി തത്വം വേദവിദം വര ഹരേരദ്ഭുതവീര്യസ്യ കഥാലോകസുമംഗളാഃ കഥയസ്വ മഹാഭാഗായ യഥാഹം അഖിലാത്മനി കൃഷ്ണേ നിവേശ്യ നിസ്തംഗം മനസ്ത്യക്ഷ്യേ കളേവരം ശൃണ്വത ശ്രദ്ധയാ നിത്യം ഗൃണതശ്ച സ്വചേഷ്ടിതം കാലേന നാതിദീർഘേണ ഭഗവാൻ വിശദേ ഹൃദി പ്രവിഷ്ടകർണരന്ധ്രേണ സ്വാനം ഭാവസരോരുഹം തുനോതി ശമരം കൃഷ്ണസലിലസ്യ യഥാശരൽ ധൗതാത്മാ പുരുഷകൃഷ്ണപാദമൂലം ന മുഞ്ചതി മുക്തസർവപരിക്ലേശപാന്ധ സ്വശരണം യഥാ യഥാതുമതോ ബ്രഹ്മൻ ദേഹാരംഭോസ്യ ധാതുഭിः യദൃച്ഛയാ हेतुना वा भवन्तो जानते यथा आसीत् यदुदरात् पद्मं लोकसंस्थानलक्षणं यावानयं वै पुरुष यत्ता वै वै प्रदत्तावानसापि प्रोत्तान् तावानसा विधि प्रोक्तसंस्थावयववानि वा अजस्रजति भूतानि भूतात्मा यदनुग्रहात् ददृशय्येन तद्रूपं नाभि पद्मसमुद्भवा सजापि यत्र पुरुषो विश्वस्तित्युद्भवं वरं व्रतं चतुष्षोडशपञ्चशक्तिभिः युक्तं भगैः स्वैरितलक्षणं वर्णयन्ति महात्माना श्रुतेनार्थेन चाञ्जसा भूतमात्रेन्द्रियधियां जन्मसर्ग उदाहृत ब्रह्मणो गुणवैषम्यान् विसर्गपौरुषस्मृत स्थितिर्वैकुण्ठविजयपोषणं तदनुग्रहमन्नन्तराणि सद्धर्मोदयः कर्मवासना अवतारानुचरितं हरेश्चास्यानुवर्तिनां सदा मीशकथा प्रोक्ता नानाख्यानोपबृंहिता निरोधोऽस्यानुशयनमात्मनः सह शक्तिभिः मुक्तिर्हित्वान्यथा रूपं स्वरूपेण व्यवस्थिते आभासस्य निरोधस्य यदर्शाद्यवसीयते साश्रयः परं ब्रह्म परमात्मेति शक्यते योऽध्यात्मिकोऽयं पुरुषः सोऽसावेवाधिदैविकायस्तत्रो രാധേശ്യാം. എല്ലാവരുടെയും ശബ്ദം നോക്കട്ടെ. രാധേശ്യാം, രാധേശ്യാം. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ. നാരായണ
നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ 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 അടിച്ചു പാടും നാരായണ നാരായണ ജയ ജയ ഗോപാല നാരായണ നാരായണ ജയ ഗോപാല നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല നാരായണ നാരായണ ജയ ജയ ഗോപാല നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല നാരായണ നാരായണ ജയ ജയ ഗോപാല നാരായണ നാരായണ ജയ ജയ ഗോപാല നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ 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 നാരായണ നാരായണ ജയ ജയ ഗോപാല നാരായണ നാരായണ ജയ ജയ ഗോപാല ഗോവിന്ദ ഹരേ 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 ജയ ജയ ഗോപാല ഏകാദശിയുടെ ആ പ്രസാദം തൃപ്രയാറ ഏകാദശിയാണ്. ഹരേരാമമന്ത്രം ജപിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക. ഏകാദശിയുള്ള ആൾക്കാർ ഇനി അവര് കഴിക്കാൻ പറ്റാത്തവർ അത് വാങ്ങണ്ട. അവര് കഴിക്കുന്നില്ല എന്നുള്ളവർ വാങ്ങണ്ട. പ്രസാദമായിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാം. അല്ലാത്തവർ വേണമെങ്കിൽ അവർ വാങ്ങാതിരിക്കും ചെയ്യാം. വേണ്ടവർ മാത്രം സ്വീകരിച്ചാൽ മതി. ഇവിടെ പൂവ് വാങ്ങിക്കോളൂ. അത് കൂടെ വന്നോളൂ. അവധാനം വന്നാൽ തിരക്ക് കുറച്ചാൽ വേഗം കഴിയും. ഉച്ചയ്ക്ക് ശേഷം നാരായണ കവചമന്ത്രം തുടങ്ങിയതായിട്ടുള്ള അധ്യായങ്ങളെ കൊണ്ടാണ് ആരംഭിക്കുക. വൈകുന്നേരം നരസിംഹാവതാരം. ആ നരസിംഹാവതാര സമയത്ത് കുട്ടികളുടെ സമർപ്പണമായിക്കൊണ്ട് കുട്ടികളുടെ പേരിലൊക്കെ പറ സമർപ്പിക്കുക. മലർപ്പറ കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് പറ നടപ്പിക്കുക. അല്ലെങ്കിൽ അവരെ നാട്ടിലില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇവിടെ ഉള്ളവർക്ക് പറ നിറച്ച് ആ പ്രാർത്ഥന സമർപ്പിക്കാവുന്നതാണ്. നരസിംഹാവതാര സമയത്ത് മലർപ്പറ സമർപ്പണം വളരെ പ്രധാനമായിട്ടുള്ളതാണ്. എല്ലാവരും ആ നരസിംഹാവതാരത്തിൽ എത്തിച്ചേരണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഏകദേശം ഒരു 5 മണി കഴിയുമ്പോഴേക്കും നരസിംഹാവതാരത്തിലേക്ക് എത്തിച്ചേരും. അവിടെ ഒരു വിളക്കുണ്ട്, അത് തട്ടിമറക്കരുത്. വിളക്കിങ്ങനെ അവിടെ ഉണ്ട്, അത് തട്ടിമറച്ച് വരരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കും. കൂട്ടമായിട്ടല്ലാതെ ഓരോരുത്തരായിട്ട് വന്ന് പ്രസാദം സ്വീകരിക്കാം. എല്ലാവർക്കും പ്രസാദം ഇവിടെയുണ്ട്, അന്നദാന സ്ഥലത്തുണ്ട്. സാവധാനത്തിൽ വന്ന് പ്രസാദം സ്വീകരിക്കാം. ായിരിക്കുന്ന സത്യത്തെ ബോധിപ്പിക്കുന്നതായിട്ടുള്ള രംഗം, വലിയ ദുഃഖത്തിൽ നിന്നും കൈപിടിച്ചുയർത്തുന്ന ആ രംഗമാണ് ഇനിയുള്ള അധ്യായങ്ങളിൽ അനുസ്മരിക്കുക. ശ്രീ ശുക ഉവാച
ഊചതുർമൃതഗോപാന്തി സംയാന്തി സ്രോതോ വേഗേന വാരുകാഃ സംയുജ്യന്തെ വിയുജ്യന്തെ തഥാ കാലേന ദേഹിനാ യഥാധാനാസു വൈധാനാ ഭവന്തി ന ഭവന്തി ച ഏവം ഭൂതേഷു ഭൂതാനി ചോദിതാനി ഈശമായ വയം ജാത്വം ജയേമേ തുല്യകാലാശ്രാചരാഃ ജന്മമൃത്യോരഥാപശ്ചാത് പ്രാഗ്നൈവം അധുനാ വിഭോഃ ഭൂതേർഭൂതാനി ഭൂതേശ സൃജത്യവതിഹന്യ ച ആത്മസൃഷ്ടൈഃ അസ്വതന്ത്രേരവേ അനവേക്ഷോപി ബാലവൽ ദേഹേന ദേഹിനോ രാജൻ ദേഹാൽ ദേഹോ വിജായതേ ബീജാദേവ യഥാ ബീജം ദേഹ്യർത്ഥൈവ ശാശ്വത ദേഹദേഹി വിഭാഗോയം അവിവേകകൃത പുരാ ജാതി വ്യക്തി വിഭാഗോയം യഥാ വസ്തുനി കൽപ്പിത ശ്രീശുക ഉവാച ഏവമാശ്വാസതോ രാജാ ചിത്രകേതുർദ്യോക്തിഭിः പ്രമൃജ്യാ പാണിനാം വക്ത്രമാധിമ്ലാനമഭാഷത രാജോവാച കൗയുമാം ജ്ഞാനസമ്പന്നോ മഹിഷ്ടോ ച മഹീയസാം അവധൂതേന വേഷേണ ഗൂഢാവിഹ സമാഗതൗ ചലന്തി ഹ്യവനോകാമം ബ്രാഹ്മണ ഭഗവൽ പ്രിയാമാദൃശാം ഗ്രാമ്യബുദ്ധീനാം ബോധായുന്മത്തിലിംഗിനാം കുമാരോ നാരദരഭു അങ്കിലാ ദേവലോസുത അപാന്തരതമോ വ്യാസ മാർക്കണ്ഡയോധഗോതമ വസിഷ്ഠോ ഭഗവാൻ രാമ കപിലോ ബാദരായണി ധ്രുവാസ യജ്ഞവൽക്യശായ ജാതൂകർണസ്വധാരുണി രോമശ ശവനോ ദത്താസുരേ സപതഞ്ജലി ഋഷിർവേദശിരാബോധ്യോ മുനി പഞ്ചശിരാ സദാ ഹിരണ്യനാഭ കൗസല്യ ശ്രുതദേവർദ്വിജായതേ പരേ ച സിദ്ധേശാശരന്തി ജ്ഞാനഹേതവ തസ്മായുവാം ഗ്രാമ്യപശോരമോടതയ പ്രഭു അന്ധേ തമസി മഗ്നസ്യ ജ്ഞാനദീപ ഉദീര്യതാം അങ്കിരാ ഉവാച അഹം തേ പുത്രകാമസ്യ പുത്രദോസ്മി അങ്കിരാ നൃപ ഏഷ ബ്രഹ്മസുത സാക്ഷാൽ നാരദോ ഭഗവാൻ ഋഷി ഇത്തം ദ്വാം പുത്രശോകേന മഗ്നം തമസ ദുസ്തരേ അതുദരഹമനുസ്മൃത്യ മഹാപുരുഷഗോചരം അനുഗ്രഹായ ഭവത പ്രാപ്ത വാവാമിഹ പ്രഭോ ബ്രഹ്മണ്യോ ഭഗവൽ ഭക്തോ നാവസേതുമർഹതി തദൈവ തേ പരജ്ഞാനം ദദാമി ഗൃഹമാഗത ജ്ഞാത്വാ അന്യാഭിനിവേശം തേ പുത്രമേവാദാവഹം അധുനാ പുത്രണാം താപോ ഭവതൈവാനുഭൂയതേ ഏവം ധാരാഗ്രഹാരായോ വിവിധ ഐശ്വര്യസമ്പദ ശബ്ദാദയശ വിഷയാ ശലാരാജ്യവിഭൂതയ മഹീരാജ്യം ബലം കോശോ ഭൃത്യാമാത്യാ സുഹൃജന സർവേപി ശൂരസേനേ ശോകമോഹഭയാർത്തിതാ ഗന്ധർവനഗരപ്രഖ്യാ സ്വപ്നമായ മനോരഥ ദൃശ്യമഹനാ വിനാർത്ഥേന ന ദൃശ്യന്തേ മനോഭവ കർമ്മഭിധ്യായതോ നാനാകർമാണി മനസോ ഭുവൻ അയം ഹി ദേഹിനോ ദേഹോ ദ്രവ്യജ്ഞാനക്രിയാത്മക ദേഹിനോ വിവിധ ക്ലേശ സന്താപകൃതുദാഹൃത തസ്മാൽ സ്വസ്ഥേന മനസാ വിമർശ്യ ഗതിമഗ്നന ദ്വൈതേ ധ്രുവാർത്ഥവിശ്രംഭം ത്യജോപശമമാവിശ നാരദ ഉവാച ഏതാം മന്ത്രോപനിഷദം പ്രതീക്ഷ പ്രയതോമോ യാം അഥ ദേവർഷീരാജൻ സംവരേതം നൃപാത്മജം ദർശയിത്വേതി ഹോവാചാജ്ഞാദീനാമനുശോചതാം നാരദ ഉവാച ജീവാത്മൻ പശ്യ ഭദ്രം ദേ മാതരം പിതരം ജതേ സുഹൃദോ ബാന്ധവാസ്തപ്താ ശുചാതുത്കൃതയാ ഭൃശം കളേവരം സ്വമാവിശ്യാശേഷമായ സുഹൃദ്വൃത ഭുങ്ക്ഷഭോഗാൻ പിതൃപ്രത്താനധിതിഷ്ഠ നിർവാസനം ജീവ ഉവാച കസ്മിൻ ജന്മന്യമീ മഹ്യം പിതരോ മാതരോ ഭവൻ കർമ്മഭിഭ്രാമ്യമാണസ്യ ദേവതിര്യൻ നൃയോനിഷു ബന്ധുജ്ഞാത്യരിമധ്യസ്ഥമിത്രോദാസീന വിദ്വിഷ സർവൈവ ഹി സർവേഷാം ഭവന്തി ക്രമശോമിധാ. ശ്രീകൃഷ്ണായ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പഞ്ചമസ്കന്ധത്തിലെ കഥകളെ വർണ്ണിച്ചുകൊണ്ടാണ് നമ്മളിവിടെ സമർപ്പിച്ചത്. പഞ്ചമസ്കന്ധം സർഗം വിസർഗം സ്ഥാനം എന്നുള്ള മൂന്നാമത്തെ ലക്ഷണം ആദ്യ ലക്ഷണമായി കൊണ്ട് സർഗം തൃതീയ സ്കന്ധത്തിലും രണ്ടാമത്തെ പുരാണ ലക്ഷണമായിട്ടുള്ള വിസർഗം അത് നാലാമത്തെ സ്കന്ധത്തിലും പിന്നീട് അഞ്ചാം സ്കന്ധത്തിൽ മൂന്നാമത്തെ പുരാണ ലക്ഷണമായിട്ടുള്ള സ്ഥാനം എന്നതിനെ വർണ്ണിക്കുകയാണ്. സൃഷ്ടി സ്ഥിതി ലയം എന്നുള്ളതാണ് ഈ ആദ്യ മൂന്ന് ലക്ഷണങ്ങളിലൂടെ വർണ്ണിക്കുക. സൃഷ്ടി ലയം ഇതിനെ സർഗം വിസർഗം എന്ന് പറഞ്ഞുകൊണ്ടും പിന്നീട് പരിപാലനം എന്നുള്ള സ്ഥിതി അതിനെയാണ് സ്ഥിതിർ വൈകുണ്ഠ വിജയ എന്നുള്ള ഭാവത്തിൽ ആ പഞ്ചമസ്കന്ധത്തിലൂടെ വർണ്ണിച്ചത്. ഭഗവാന്റെ മഹത്വം, ഈ പ്രപഞ്ചത്തിൽ ഭഗവാന്റെ ആ നിറവ്, പരിപൂർണത, അതിനെയാണ് പഞ്ചമസ്കന്ധത്തിലൂടെ വർണ്ണിക്കുക. അതിനെ തിരിച്ചറിഞ്ഞവരായിട്ടുള്ള ആളുകളുടെ കഥകൾ
പ്രിയവ്രതനെ പോലെയുള്ള മഹാരഥന്മാരുടെ കഥകളെ വർണ്ണിച്ചുകൊണ്ടാണ്, ഭരതൻ്റെ കഥ വർണ്ണിച്ചുകൊണ്ട്, ഋഷഭദേവന്റെ കഥ വർണ്ണിച്ചുകൊണ്ട്, അങ്ങനെ ഭക്തന്മാരുടെ കഥകളെ പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ഭൂഗോള ജ്യോതിർഗോളങ്ങളെ, അതിൻ്റെ സവിശേഷതകൾ, ഭൂമിയുടെ തന്നെ മഹത്വം, എത്ര അറിഞ്ഞാലും തീരാത്തതായിട്ടുള്ള മഹത്വമുണ്ട് ഈ ഭൂമിക്ക്. ഓരോ ഭാഗങ്ങളും, പർവ്വതങ്ങൾ, നദികൾ, വനങ്ങൾ, അതുപോലെ അവിടേക്കുള്ള ഈശ്വര സാന്നിധ്യവും ഈശ്വര അനുഗ്രഹവും, ഉപാസകന്മാരായിട്ടുള്ള അനേകം മഹാത്മാക്കളുടെ നിത്യ സാന്നിധ്യവുമൊക്കെ ഈ ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴും സ്മരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതര് ഈ ഒരു സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ കീർത്തിച്ചതിനെ പറ്റിയിട്ടാണ്. ഇതുപോലെയാണ് ഓരോ സ്ഥാനങ്ങളിലും ഭൂമിയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ അനേകമനേകം സജ്ജനങ്ങൾ ഭഗവാനെ നിരന്തരം ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഭൗതികമായിട്ടുള്ള ശരീരഭാവത്തിലല്ല, എന്നാൽ ആധ്യാത്മികമായിരിക്കുന്ന ഭാവത്തിൽ എന്നും ആ കീർത്തിയും ആ സ്മരണയും ആ ഉപാസനയും നിലനിൽക്കുന്നു. അതാണ് എന്നും തുടർന്നു വരുന്നതായിട്ടുള്ള തലമുറകൾ ഉപാസിച്ചു വരണത്. നരസിംഹമൂർത്തിയെ ഉപാസിക്കുന്നതായിട്ടുള്ള മന്ത്രം, ശ്രീരാമനെ ഉപാസിക്കുന്നതായിട്ടുള്ള മന്ത്രം, മത്സ്യ കൂർമ്മ വരാഹ മൂർത്തിമാരെയൊക്കെ ഉപാസിക്കുന്ന മന്ത്രം, ഋഷികേശനായിട്ടുള്ള ഭഗവാനെ ഉപാസിക്കുന്ന മന്ത്രം, അതുപോലെ ഹയഗ്രീവമൂർത്തിയെ ഉപാസിക്കുന്ന മന്ത്രം, അനന്തമൂർത്തിയായിട്ടുള്ള ഭഗവാനെ ഉപാസിക്കുന്ന മന്ത്രം, ഇതൊക്കെ സാക്ഷാൽ മഹാദേവനിൽ തുടങ്ങി, മഹാദേവനാണ് ഏറ്റവും വലിയ ഭക്തനായിക്കൊണ്ട് ഇളാമൃത വർഷത്തിൽ ഭവാനി ദേവിയായിരിക്കുന്ന പാർവതി ദേവിയോടുകൂടി അനന്തമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ ഉപാസിക്കുന്നത് എന്ന് പറഞ്ഞ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈശ്വരന്മാര്, ശങ്കരാദികൾ പോലും ഭഗവത് അവതാരങ്ങളെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഭാഗവതം കാണിക്കുക. ആ സ്തുതികളിലും പ്രത്യേകതയുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് മായ തരണം ചെയ്യാനുള്ള വഴി, മായയെ ജയിക്കാൻ അനുഗ്രഹിക്കണേ. കാരണം മായ ബാധിക്കാത്ത ഒന്ന് ആ ഈശ്വര വസ്തു മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ളതൊക്കെ മായാബന്ധമുള്ളതാണ്. അത് ഏതൊക്കെ തരത്തിലാണ് ബാധിച്ചതെന്ന് ആർക്കും മനസ്സിലാവണമില്ല. എങ്ങനെയാണ് നമ്മളെ മായ ബാധിക്കുന്നത്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതൊക്കെ മായയാണ്, മായയാണ്, എൻ്റെ പേരെന്നെ മായ എന്നാണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ മായ എങ്ങനെയൊക്കെയാണ് നമ്മളെ ബാധിച്ചത് നമുക്ക് യാതൊരു പിടിയില്ല, അല്ലേ? വലിയ വലിയ കേമന്മാരടക്കം മായയിൽ പെട്ടിരിക്കണമെന്നാണ് ഭാഗവതം പറയാം. ബ്രഹ്മാവടക്കം മായാബദ്ധനാണ്, കർമ്മബദ്ധനാണ്. അപ്പൊ മായയിൽ പെട്ടുകിടക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇനി പ്രഹ്ലാദസ്തുതിയിൽ നമുക്ക് കാണാം. ഇതിൽ പെട്ടുകിടക്കുന്ന ഒരാൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനോ മറ്റൊരാളെ രക്ഷപ്പെടുത്താനോ ഒന്നും സാധിക്കില്ല. പെട്ടുകിടക്കുന്ന ആളെങ്ങനെ വേറൊരാളെ രക്ഷിക്കാം? അവനവനെ തന്നെ രക്ഷിക്കാൻ പറ്റില്ല. താനുണ്ടാത്ത ഏവരും വരം കൊടുക്കുമോ ചോദിക്കാറുണ്ട്, അല്ലേ? അതാണ് അവനവനെന്നില്ല, പിന്നെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ പറ്റും. അവനവൻ തന്നെ ഇതിൽ പെട്ടുകിടക്കണു, ഈ ചക്രത്തിൽപ്പെട്ടങ്ങനെ കറങ്ങിക്കൊണ്ട്. അതാണ് പ്രഹ്ലാദസ്തുതിയിൽ പറയും, ഷോഡശാരം സംസാര ചക്രം അജ കോതിതരയിൽ ത്വതന്യഃ. ഈ ഷോഡശാരമായിരിക്കുന്ന 16 ആരക്കാലുകളോടുകൂടി അങ്ങനെയുള്ള ഈ ജനന മരണാദി ചക്രം, ജനനം മുതൽ മരണം വരെ, അതാണ് ഈ 16 കാര്യങ്ങളെ പറ്റി പറയും. ആ ജനന മരണാദികളിൽപ്പെട്ട് അനേകം ജന്മങ്ങൾ ഇവിടെ എടുത്ത് ഇനിയും അനേകം പ്രാരബ്ധങ്ങളോട് കൂടിയിരിക്കുന്ന ഈ മായാബദ്ധന്മാരായിരിക്കുന്ന സംസാര പ്രാരബ്ധത്തിൽ മുഴുകിയിരിക്കുന്നതായിട്ടുള്ള ആളുകളെ രക്ഷിക്കാൻ കോതിതരയിൽ തുതന്യഃ അതിതരയിൽ തുതന്യഃ, ഭഗവാനല്ലാതെ, അല്ലേ, അന്യനായിട്ട് ഈ ഈശ്വരനല്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ ഇതിൽ പെട്ടുകിടക്കുന്ന ഒരാൾക്ക് ആരെയും രക്ഷിക്കാൻ പറ്റില്ല. അത് രക്ഷിക്കാൻ പറ്റുന്ന ആർക്കാ? അത് ഭഗവാൻ മാത്രം. അതുകൊണ്ട് ഭഗവാനെ ഉപാസിക്കുന്ന ഓരോ ഭക്തന്മാരും. കാരണം ഇവിടെ എന്തൊക്കെ ഉണ്ടെങ്കിലും ആ മായാബന്ധമില്ലാതെയാവാൻ അതിന് ഭഗവാന്റെ കാരുണ്യം തന്നെയാണ് വേണ്ടത്. പിന്നെ ഓരോ ആളുകളും ചെയ്തു കൂട്ടുന്നതായിട്ടുള്ള പല തരത്തിലുള്ള പ്രവൃത്തികളെ പറ്റിയൊക്കെ പറയും. ഇവിടെ ഒരു ഉദാഹരണത്തിന് അവിടെ പറയുന്നുണ്ട്, നിർഹൃത്യ പുത്രം പിതരം ജിജീവിഷതി. പുത്രം പിതരം നിർഹൃത്യ ജിജീവിഷതി. അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചപ്പോൾ ഇയാൾ കരുതി, ആവൂ ഇനിയിപ്പോൾ അച്ഛന് കൊടുക്കണ്ട, എന്ത്
സ്വത്ത് ഇനിയിപ്പോൾ എനിക്കാണല്ലോ. അപ്പോഴാണ് അത്ര ഇയാളുടെ മകനും മരിച്ചത്. അത് നന്നായി, അയാൾക്കും പോവില്ലല്ലോ. എങ്ങനെയുണ്ട്? നൃഹത്യപുത്രം പിതരം ജിജീവിഷതി. ഇവിടെ ഹൈഗ്രീവമൂർത്തിയെ ഉപാസിച്ചുകൊണ്ട് ഭദ്രശ്രവസുകൾ പറയുക, ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. കാരണം എന്താ? എനിക്ക് എന്നുള്ളതേ ഉള്ളൂ, ബാക്കിയൊക്കെ അതിന് ശേഷമേ ഉള്ളൂ. ഇനി അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എന്നുള്ളത് മാറി പോവാതിരിക്കാനുള്ള സാധ്യതയൊക്കെ ഇല്ലാണ്ടായാൽ വളരെ സന്തോഷമായി. ഇനി എനിക്ക് മാത്രമായി എന്നാണ് ആരാ വിചാരിക്കുന്നത്? അച്ഛനും മകനും മരിച്ചിരിക്കുന്ന ആളുടെ അവസ്ഥയാണ്. ഇപ്പൊ ഇങ്ങനെ എല്ലാത്തിലും സ്വാർത്ഥതയും. എന്തുകൊണ്ട്? ഇതാണ് മായ. നമ്മളെ തിരിച്ചറിയുന്നില്ല എന്താ മായ എന്നുള്ളത്. സപ്താഹ വേദിയിൽ തന്നെ ചിലപ്പോൾ കാണാം, ചിലപ്പോൾ അങ്ങനെ ചില മത്സരങ്ങളൊക്കെ ഞാനാണ് ആദ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ ഇരുന്നതല്ലേ, ഇവിടെ ഇരുന്ന സ്ഥാനത്ത് തന്നെ നിനക്ക് ഇവിടെ വന്നിരിക്കണോ? ഈ കസേര അല്ലാണ്ട് വേറെ കസേരയൊന്നും കിട്ടിയില്ലേ? കഷ്ടം തന്നെയാണ് എൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഒരു കസേരയുടെ പേരിൽ നമ്മുടെ വർത്താനം പറഞ്ഞാൽ എന്തായി? ഈ അല്ലേ, ഇത് ഏതൊക്കെ തരത്തിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഈ അഭിമാനങ്ങൾ പല തരത്തിൽ ഉണ്ടാവും. അഹന്തയും മമതയും, ഞാൻ, എൻ്റെ, എനിക്ക് എന്നുള്ളതുണ്ടല്ലോ. അപ്പൊ ഇതിനെ നീക്കാൻ, അതിനുള്ള അനുഗ്രഹം തരാനാണ്, എല്ലാവരെയും അനുഗ്രഹിക്കണമെന്നാണ് ഓരോ ഭക്തന്മാരും പ്രാർത്ഥിക്കുന്നത്. പിന്നെ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയോട് പ്രാർത്ഥിച്ചത് എന്താണ്? ദുഷ്ടന്മാരെയും കൂടി സന്തോഷിച്ച് അനുഗ്രഹിക്കണമെന്നാണ്. കാരണം എന്താ? അല്ലാതെ അവർക്ക് ആരാ രക്ഷയായിട്ടുള്ളത്? ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളെ, ഖലന്മാരെ ആരും രക്ഷിക്കില്ല. മാത്രമല്ല എല്ലാവരും വെറുക്കും, എല്ലാവരും അവരെ മാറ്റി നിർത്തും. പിന്നെങ്ങനെ അവർ നേരെയാവുക? അപ്പോൾ ഖലന്മാരായിരിക്കുന്ന ആൾക്കാർക്കും ശുദ്ധി വരണമെങ്കിൽ എന്ത് വേണം? പ്രസീദതാം ഖലപ്രസീദതാം സ്വസ്ത്യസ്തു വിശ്വസ്യ ഖലപ്രസീദതാം. ലോകത്തിന് മുഴുവൻ അല്ലേ സ്വസ്തിർ ഭവതി എന്ന് പറയട്ടെ, എല്ലാവർക്കും സ്വസ്തി ഭവിക്കട്ടെ അല്ലെ. സർവേഷാം സ്വസ്തിർ ഭവതു, സർവേഷാം ശാന്തിർ ഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു, സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ്. ഇതൊക്കെ സ്വസ്തിസ്തു വിശ്വസ്യ എന്നുള്ള പദത്തെ കൊണ്ട് അവിടെ പൂർണ്ണമാക്കി. ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും എല്ലാം പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കാൻ. പ്രഹ്ലാദൻ എടുത്തു പറഞ്ഞ എന്താണ്? ഖലപ്രസീദതാം. അത് മാത്രം പോരാ, ഇനി ഇതിൽ നിന്നൊക്കെ അകന്നുകൊണ്ട് ദുഷ്ടസ്വഭാവ അല്ലേ, ദ്വന്ദ്കാരിയെ പോലെ, വേനനെ പോലെ ഉള്ള ആൾക്കാരെ പറ്റി ഭാഗവതം ഉദാഹരണം പറയണല്ലോ. ഭാഗവതം പറയണത് വേനനെ പോലൊന്നും ഒരിക്കലും ആവരുതെന്നാണ്. പ്രഹ്ലാദൻ അതേ, നീ ഇപ്പൊ 7-ാം സ്കന്ധത്തിന്റെ ആദ്യം ഇത് പറയുന്നത് കേൾക്കാം. വേനനെ പോലെ ആരും ആവരുത്. ഹിരണ്യകശിപുവിനെ പോലെ ആയാലും കുഴപ്പമില്ല, ഹിരണ്യാക്ഷനെ പോലെ ആയാലും കുഴപ്പമില്ല, രാവണനോ കുംഭകർണനോ ആയാലും കുഴപ്പമില്ല, ശിശുപാലനോ ദന്തവക്രനോ ആയാലും വേണ്ടില്ല, ജരാസന്ധനായാലും വേണ്ടില്ല, കംസനായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, വേനനെ പോലെ ഒരിക്കലും ആവരുത് എന്ന് പറയും. ഇവിടെ പ്രഹ്ലാദൻ അതേപോലെ അതേ സ്കന്ധത്തിൽ തന്നെയാണ് പ്രഹ്ലാദൻ അല്ലേ പ്രഹ്ലാദന്റെ കഥ പറയുമ്പോൾ പ്രഹ്ലാദൻ എന്താ പ്രാർത്ഥിക്കണത്? അങ്ങനെയുള്ള വേനന്മാരിലും ഭഗവാൻ അനുഗ്രഹിക്കണം, വേനനെയും അനുഗ്രഹിക്കണം. ആ വേനനെ അനുഗ്രഹിച്ചതാണ് വേനനിൽ നിന്ന് പൃഥുമഹാരാജാവായിട്ട് ഭഗവാൻ ആവിർഭവിച്ചത്. ഭാഗവതം പറയണ്ടേ, പൃഥുമഹാരാജാവ് അവതരിച്ചതോടുകൂടിയിട്ട് മഹാദുഷ്ടനായിരുന്ന വേനൻ പോലും മോക്ഷം കിട്ടി. കാരണം എന്താ? ഭഗവാന്റെ അച്ഛൻ എന്നുള്ളത് എനിക്കത്ര. പൃഥുവിന്റെ അച്ഛന്റെ സ്ഥാനം കിട്ടിയതോടുകൂടി എന്നുണ്ടായി, ഒരിക്കലും നന്നാവാത്ത വേനനും നന്നായി. അപ്പോൾ ആർക്കും അനുഗ്രഹം നൽകുന്ന ആ ഭഗവാന്റെ കാരുണ്യത്തെ ഇതാണ് പഞ്ചമസ്കന്ധത്തില് നമുക്ക് ഓരോ ഭക്തന്മാരും പറഞ്ഞു തന്നത്. അവരുടെയൊക്കെ സവിശേഷമായിരിക്കുന്ന ഉപാസനാ മന്ത്രങ്ങളും ആ മന്ത്രങ്ങളൊക്കെ ഉപാസിക്കാം. ഓരോ ഭൂമിയുടെ ഓരോ ദേശങ്ങളിലും ഭഗവാനെ പ്രത്യക്ഷമായിട്ട് കാണുന്ന ആ ഭക്തന്മാരുടെ വഴി തന്നെയാണ് നമുക്കും. നമ്മളും അതാണ്. എല്ലാ എത്ര ക്ഷേത്രങ്ങളാണ് അല്ലേ? ഉണ്ണികൃഷ്ണനായിട്ട്, നരസിംഹമൂർത്തിയായിട്ട്, വാമനമൂർത്തിയായിട്ട്, ശ്രീരാമനായിട്ട് അല്ലേ, ഭദ്രകാളിയായിട്ട്, ലക്ഷ്മി ഭഗവതിയായിട്ട്, സരസ്വതിയായിട്ട്, ഇങ്ങനെ ഈ ഒരേ ക്ഷേത്രത്തിൽ തന്നെ എത്ര അല്ലേ സ്ഥാനങ്ങളിൽ നമ്മൾ പ്രതിഷ്ഠ ചെയ്ത് ഉപാസിച്ചു കൊണ്ടിരിക്കണം. ഒരു ഭേദങ്ങളും ഇല്ലാതെ ഒരേ ക്ഷേത്രത്തിൽ തന്നെ മഹാദേവനെയും മഹാവിഷ്ണുവിനെയും ഇതിനൊക്കെ നമുക്ക് ഈ ഉപാസനകളൊക്കെ ഓരോ ദേശങ്ങളിലും ഇപ്പൊ കൂടുതൽ ഉണ്ടാവണമെന്നും കാണാം. എത്ര ക്ഷേത്രങ്ങളാ പുതുതായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്താ കാണിക്കുക? ഇതൊക്കെ എല്ലായിടത്തും ഈശ്വരോപാസന വേണം എന്ന് തന്നെയാണ് കാണിക്കുക.
എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ തട്ടിത്തറഞ്ഞ് നടന്നിട്ടാണ് ഇതൊന്നും വേണ്ട പറഞ്ഞ ആൾക്കാർ. അങ്ങനെയുള്ളവരും ഉണ്ട്, ഉണ്ടേ അല്ലേ? ഇതിൻ്റെ ഇടയിൽ കൂടെ അമ്പലത്തിൻ്റെ മുമ്പ് കൂടെ തന്നെ ഈശ്വരൻ വേണ്ട പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു പോകണമെന്ന് ഇപ്പോൾ ആയിക്കോട്ടെ, അതൊന്നും വിരോധം, ആർക്കും എന്തും പറയാം. പക്ഷെ ഈശ്വരനെ ഉപേക്ഷിക്കാനോ ഈശ്വരഭാവത്തെ അതിനെ നിഷേധിച്ച് അതിനുപരിയായിട്ട് തീരാമെന്നൊന്നും വിചാരിക്കേണ്ടതില്ല. കാരണം അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ളത് തന്നെയാണ്. അല്ലാതെ വഴിയിൽ ഇങ്ങനെ പോണ വഴിക്ക് ഒരു കല്ല് കൊണ്ടുവച്ചതല്ല. ആണോ? ഈ റോഡിന്റെ ഒക്കത്താരം അങ്ങനെ ഒരു കല്ല് കൊണ്ടുവച്ച ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ളതാ. ഇനിയിപ്പോൾ അത് കല്ലാച്ചാൽ ഉള്ളിലും കല്ല് തന്നെയാണോ മനസ്സിലാക്കുക. പണ്ട് പാട്ടുണ്ടല്ലോ, കല്ലാണ് നെഞ്ചിലെന്ന് പറഞ്ഞില്ലേ, അതിനെ എന്താ ഈ കരിയും കല്ലാണ്. ഏത് കല്ല്? ഈശ്വര ദർശനം സാധിക്കാത്തവരുടെ ഹൃദയം കല്ല് പോലെ എന്നാണ് ഭാഗവതം പറയുന്നത്. എന്നാൽ ഭഗവാനെ അറിഞ്ഞവരോ ആർദ്ര ഹൃദോഹ്യമാന, ആർദ്രമായിരിക്കുന്ന ഹൃദയം, അലിഞ്ഞ് ആ ഭഗവാനിലേക്ക് ചേരും ആ ഹൃദയം. അത് അലിയാത്ത കട്ട കരിങ്കല്ല് പോലെ ഇരിക്കുന്നത് ഈശ്വര ഭക്തിയും ജ്ഞാനവും ഇല്ലാത്തതായിട്ടുള്ള ആ ഹൃദയത്തിന്റെ അവസ്ഥ. ഇവിടെ അങ്ങനെയുള്ളവരെ കൂടി അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് പ്രഹ്ലാദനെ പോലെയുള്ള ഭക്തന്മാർ. പിന്നീടാണ് ഗ്രഹനക്ഷത്രാദികൾ. ഇതൊക്കെ ഭഗവാന്റെ ശരീരമാണ്. നമ്മൾ ഈ കാണുന്ന എന്തൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നുണ്ടോ അതൊക്കെ ഭഗവത് ശരീരം, അതിലംഗങ്ങളാണെന്ന് മനസ്സിലാക്കാൻ ശിശുമാര സ്വരൂപവും ഗ്രഹനക്ഷത്രാദികളെ പറ്റിയും ഓരോ രാശികളിലൂടെയുമുള്ള ഓരോ ജ്യോതിർഗോളങ്ങളുടെയും സഞ്ചാരവും അതുകൊണ്ട് ഓരോരുത്തരിലും ഭവിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളെയും അതാണ് ജ്യോതിഷം പറയുന്നത് അല്ലേ. ഇപ്പോൾ നവഗ്രഹങ്ങൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന നവഗ്രഹമല്ല ജ്യോതിഷത്തിൽ പറയണത്, ആണോ? അതല്ല. നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്നതിൽ ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഒരു 9 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ 8 ഒരാൾ ചായ പിടിക്കാൻ പോയി ഇത്രേ. ആര്? പ്ലൂ ഉണ്ടോ ചോദിച്ചു ഇത്രേ. അത് പോയി എന്നാ കേൾക്കുന്നത്. എവിടെ പോയാവോ? കാപ്പി പിടിക്കാൻ പോയിട്ടുണ്ടാവും. ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോഴും വന്നു, പ്ലൂ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പ്ലൂ ഉണ്ടോ, ഏതൊക്കെ പോകണ്ടേ, ഏതൊക്കെ വരണ്ടേ, എന്തൊക്കെയോ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആധുനിക ശാസ്ത്രത്തിന്റെ രീതിയിലാണെങ്കിൽ അതും ഇതുമായിട്ട് ചേർക്കണ്ട. കാരണം ഇത് നവഗ്രഹ സങ്കല്പം ആധ്യാത്മികമായിരിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള 9 ഭാവങ്ങളാണ് നവഗ്രഹങ്ങളും, 2 അസുരഗ്രഹങ്ങളും, 7 അല്ലേ ദേവഗ്രഹങ്ങളും, അസുരഗ്രഹങ്ങളായിട്ട് രാഹുകേതുക്കള്. ഇനി അതെന്തൊക്കെയാണ് അതും പറയണ്ട. ഛായാഗ്രഹങ്ങളാണ്. അങ്ങനെ ഒരു ഗ്രഹം ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. രാഹുകേതുക്കൾ ഇല്ല ശരിക്കും. പക്ഷെ നമുക്ക് രാഹുകേതുക്കൾ ഉണ്ട് എന്നൊരു തോന്നല്. അപ്പൊ അതന്നെ മായയാണ്. അതുപോലെ മറ്റ് സൂര്യചന്ദ്രന്മാരായിട്ട് ഭൂമി തുടങ്ങി ഇങ്ങനെയുള്ള ആ ഗ്രഹങ്ങളെ പറ്റി ഇതിൻ്റെയൊക്കെ സഞ്ചാരത്തിനനുസരിച്ച് പ്രത്യേകിച്ചും ഭൂമിയിൽ ഇത് എല്ലാം ഓരോ കാലങ്ങളിലും ഓരോ തരത്തിൽ അതിവൃഷ്ടി, അനാവൃഷ്ടി ഇങ്ങനെയുള്ള അവസ്ഥകൾ. ചില സമയത്ത് അതിഭയങ്കരമായിട്ടുള്ള മഴ, വെള്ളപ്പൊക്കം, ചില സമയത്ത് കുറേ കാലമായിട്ട് മഴ ഇല്ലാതെ വരൾച്ചയായിട്ട് അനുഭവിക്കുന്നത്, അതിഭയങ്കരമായിട്ടുള്ള തണുപ്പായിട്ട്, അതിഭയങ്കരമായിട്ടുള്ള കാറ്റായിട്ട്, അതിഭയങ്കരമായിട്ടുള്ള ചൂടായിട്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഈ നവഗ്രഹ ഭാവങ്ങളുടെ അവസ്ഥകളെ കൊണ്ട് സംഭവിക്കുന്നു. ഇനി അതിൻ്റെ കാലമനുസരിച്ചുള്ള കണക്കുകൾ ഇതൊക്കെ ജ്യോതിശാസ്ത്രമായി കൊണ്ട് അവിടെ വർണ്ണിക്കുന്നുണ്ട്. ആൾക്കാർ ആരെ വേണമെങ്കിൽ കൊന്നു തിന്നുന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ആരാ? ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ആളാ. പിശാചിനെ പോലെ എന്നാണ്, തനി കാട്ടാളന്മാരെ പോലെ ആയിട്ട് മാറിയെന്നാണ്. അശാമളെന്ന് കേട്ടുകഴിഞ്ഞ ആൾക്കാർക്ക് അറപ്പും വെറുപ്പും ദേഷ്യവും തുടങ്ങി. 8-10 കുട്ടികളോളം ഉണ്ടായിരുന്നാണ്. 80ാമത്തെ വയസ്സിലാണ് 10ാമത്തെ കുട്ടി ഉണ്ടാവുന്നത്. അവസാനം ആ കുട്ടിക്ക് മടിയിൽ വെച്ച് പേരിടാൻ നോക്കുമ്പോൾ അബദ്ധത്തിൽ ഇയാളുടെ നാവിൽ നിന്ന് നാരായണൻ എന്ന് വന്നു. അബദ്ധത്തിൽ തന്നെയാ പറഞ്ഞത്. കാരണം ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ഇപ്പൊ ഒരു ഇങ്ങനെ സംഭവിച്ചു പോയി. ഇപ്പൊ നമ്മൾ അബദ്ധം പറ്റി എന്ന് പറയാറില്ലേ, അതുപോലെ നാരായണാന്ന് പേര്. ആ നാരായണനെ വിളിച്ചുകൊണ്ടിരുന്നു. ആ നാരായണനെ തന്നെ അവസാനം യമഭടന്മാരെ മുമ്പിൽ വന്നപ്പോഴും ഉറക്കെ പുത്രനെ ഓർത്ത് തൻ പേരൊന്നുരയ്ക്കവേ സപ്തമാനാക്കിയ ദേഹിയെ കൈക്കൊണ്ടു കാത്ത നാരായണ കാത്തുകൊള്ളേണമേ, നാവൂ കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ. അല്ലേ? എത്രയും ദുർവൃത്തനായ ഒരു അജാമിളൻ പുത്രനെയോർത്തു തൻ പേരൊന്നുരയ്ക്കവേ. നാരായണ എന്ന് വിളിച്ചതാ, പുത്രനെ വിളിച്ചതാണ്. പക്ഷേ ആരാ വന്നത്? ഭഗവത് പാർഷദന്മാർ വന്നു. യമഭടന്മാരെ ആട്ടി പറഞ്ഞയച്ചു. അവർ തമ്മിൽ സംവാദമൊക്കെ ഉണ്ടായി. വിഷ്ണു യമയോഹ സംവാദ, അതാണ് പ്രധാനമായിട്ടുള്ള വിഷയം.
വിഷ്ണുദൂതന്മാരും യോഹടന്മാരും തമ്മിൽ സംവാദം നാരായണ നാമത്തെ പറ്റിയിട്ട്. നാമം ജപിച്ച് അജാമിളനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അവന്ന് ഓടിപ്പിച്ചു വിട്ടു. എങ്ങനെ നിങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞത്? നാരായണ നാമം കൊണ്ട് ഇന്നേ വരെ ചെയ്ത കോടി ജന്മകൃതം പാപം നശ്യതി, എല്ലാം നശിച്ചു. പാപം നശിച്ച ആളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പാപം ചെയ്ത ആളെ കൊണ്ടുപോകാം, പാപം നശിച്ച ആളെ കൊണ്ടുപോകാൻ പറ്റുമോ? അതില്ല. ഇതാരാ നിശ്ചയിച്ചത്? നിങ്ങൾ ആരുടെ ധർമ്മമാണോ അനുഷ്ഠിക്കുന്നത് ആ ധർമ്മത്തിന് കാരണമായിരിക്കുന്ന ഭഗവാൻ നിശ്ചയിച്ചതാണ്. അപ്പൊ വിഷ്ണു ദൂതന്മാര് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ ധർമ്മം സ്വീകരിക്കുന്നത്? വേദപ്രണിഹിതോ ധർമ്മ, വേദം തന്നെയാണ്. ആ വേദസ്വരൂപനായിട്ടുള്ള നാരായണന്റെ നാമമാണ് അജാമിളൻ ജപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ രാജാവായിട്ടുള്ള യമധർമ്മ മഹാരാജാവിനോട് ചോദിച്ചോളൂ. അങ്ങനെ യമഭടന്മാരിൽ നിന്ന് ആ മൃത്യുപാശത്തിൽ നിന്ന് അജാമിളനെ മോചിപ്പിച്ചു വിട്ട് വിഷ്ണുപാർഷദന്മാര് എല്ലാ രക്ഷയും ചെയ്തു എന്നാണ്. ചുറ്റും ഒന്ന് വലിയൊരു രക്ഷാകവചം പോലെ ആ വിഷ്ണുപാർഷദന്മാര് അജാമിളന് രക്ഷയായിട്ട് നിന്നു. യമഭടന്മാര് പോയതോടുകൂടി വിഷ്ണുപാർഷദന്മാരും തിരിച്ചുപോയി. അജാമിളൻ ഇപ്പൊ അവിടെ കിടക്കുകയാണ്, കൊണ്ടുപോയിട്ടൊന്നുമില്ല. അജാമിളൻ അവിടെ ഉണ്ട്. ഇതൊക്കെ കേട്ടും കണ്ടും അത് വിചാരിച്ചു ഇത് സ്വപ്നത്തിൽ ഞാൻ കണ്ടതാണ്. കുറച്ച് കഴിയുമ്പോൾ സ്വപ്നമല്ല, ഇത് സത്യമാണെന്ന് മനസ്സിലായി. മറ്റത് പലതും അങ്ങനെ ഉണ്ട്, ഇതൊക്കെ സ്വപ്നത്തിൽ കാണുന്നതല്ലേ, സാരല്ല വിചാരിക്കും. അല്ല, ഇത് സത്യമാണ്, ഇതാണ് സത്യം എന്നുറപ്പിച്ചു. ഏവം സുവിനർണീയ ധർമ്മം ഭാഗവതം ഭടാഹ. ആ വിഷ്ണു ഭടന്മാര് അവര് പറഞ്ഞതായിട്ടുള്ള ഭാഗവത ധർമ്മം അതെന്താ? ഭഗവാന്റെ നാമത്തിന്റെ മഹത്വം. നാമത്തിനോളം ശുദ്ധി നൽകുന്ന മറ്റൊന്നില്ല എന്നാണ്. എന്താ പറയാൻ കാരണം? നാമം സ്വയം ശുദ്ധമാണ്, അതുകൊണ്ടാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ വെള്ളം കൊണ്ട് ശുദ്ധമാക്കാറുണ്ട്, പക്ഷെ ആ കഴുകിയതിന് ശേഷം ആ വെള്ളം തീർത്ഥായിട്ട് കുടിക്കുക, അങ്ങനെ പതിവുണ്ടോ? അതില്ല. പാത്രമൊക്കെ മോറി ഇത് കുടിക്കാട്ടോ, അത് പതിവില്ല. അല്ല, അതന്നെ പറഞ്ഞത്, പെട്ടെന്ന് പറഞ്ഞില്ല. അതാണ്, പാത്രമൊക്കെ മോറി വെള്ളം കുടിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? അത് കളയും. എന്നാൽ അഗ്നി അങ്ങനെയല്ല. അഗ്നിയിൽ എന്ത് കൊണ്ടിട്ടാലും അത് അഗ്നിയായിട്ട് തീരും ചെയ്യും, ശുദ്ധമായിട്ട് തീരും ചെയ്യും. അഗ്നിയെ നമുക്ക് നശിപ്പിക്കാൻ പറ്റൂല. അഗ്നിയെ അശുദ്ധമാക്കി അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇല്ല. അഗ്നി കെട്ടുപോകും ചിലപ്പോ, പക്ഷേ അഗ്നിയെ അശുദ്ധമാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അത് സ്വയം ശുദ്ധമാണ്. അപ്പൊ സ്വയം ശുദ്ധമായിട്ടുള്ള അഗ്നിയെ പോലെയാണ് ഭഗവാന്റെ നാമം. തൊട്ടാൽ അറിഞ്ഞറിയാതെയോ തൊടുന്നവന് അതിന്റെ അനുഭവം. അഗ്നി അതിനെ തന്നെ അഗ്നിയാക്കി മാറ്റുന്നത് പോലെ നാമമാകുന്ന അഗ്നി സർവപാപങ്ങളെയും ദഹിപ്പിച്ചു കളയുന്നു. അതും എത്ര വേണം? വലിയ പഞ്ഞിക്കൂട്ടം കത്തിത്തീരാൻ ഒരു തരി അതിൽ ചെന്ന് വീഴുന്നു. അത്രയും തീ വേണം. അതില്ല, ഒരു നിമിഷം കൊണ്ട് ഭൂന്ന് ആളുടെ കാണാം അല്ലേ? ഒരു ചെറിയൊരു തരി അഗ്നി ചെന്ന് ഒരു തരി ചെന്ന് ആ പഞ്ഞിയിലാണ് വീണ് കഴിഞ്ഞാൽ ഒരുമിച്ചാണ് ആളുന്നതേ കാണുള്ളൂ. പിന്നെന്താ? പിന്നെ ഒന്നുമില്ല അവിടെ. ഇതുപോലെയാണ് ഇതിലേത് ഭഗവാന്റെ നാമം നമ്മുടെ ഉള്ളിലുള്ള പാപമാകുന്ന പഞ്ഞിക്കൂട്ടത്തെ അഗ്നിയാകുന്ന ചെറു കനലായിട്ടുള്ള നാമം. ഹരി എന്ന് പറഞ്ഞാൽ മതി എന്നാണ് കത്തിത്തീരുന്ന. ഒരു തവണ പറഞ്ഞാലും മതി. അല്ലെങ്കിൽ ശിവ യദ്വക്ഷരം നാമം. ഹരി, ശിവ, നാരായണ, ഇങ്ങനെ ഇവിടെ നാലക്ഷരത്തിന്റെ മഹത്വം. ഇതങ്ങോട്ട് അറിഞ്ഞ് ഉറക്ക ജപിച്ച് ഗംഗാതീരത്തിലെത്തി എല്ലാ പാപങ്ങളെയും കഴുകിക്കളഞ്ഞ് വൈകുണ്ഠത്തിലേക്ക് ഉയർന്ന അജാമിളനെ കണ്ടപ്പോഴാണ് യമഭടന്മാര് വന്ന് യമധർമ്മ മഹാരാജാവിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞു തരണേ. അപ്പോ യമധർമ്മ മഹാരാജാവ് പറഞ്ഞു കൊടുത്തു, ഇത് നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളിപ്പോ അജാമിളനെ കൊണ്ടുപോവാൻ ഇന്ന് പോയില്ല എങ്കിൽ, അജാമിളന്റെ അടുത്തേക്ക് വിഷ്ണുപാർഷദന്മാര് വന്ന് രക്ഷിച്ചില്ല, അജാമിളൻ നാരായണ എന്ന് വിളിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴൊന്നും സാധിക്കില്ല. എന്തൊരു അത്ഭുതമാണ്! മൃത്യുപാശാദമുച്ഛത നാമോച്ചാരണമാൽമ്യം. ഇപ്പൊ ഞാൻ പറഞ്ഞു തരാതെ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കണ്ടു വിശ്വസിക്കാറായില്ലേ? നാമോച്ചാരണമാഹാത്മ്യം ഹരേ പശ്യത പുത്രകാഹ. നാമോച്ചാരണമാഹാത്മ്യം പശ്യത, കണ്ടോളൂ, കേട്ടോളൂ എന്നല്ല പറഞ്ഞത്. പിന്നെന്താണ്? കണ്ടോളൂ. ഈ കേട്ടു മനസ്സിലാക്കണേക്കാളും ദയമാണെന്ത്? കണ്ടങ്ങോട്ട് പ്രത്യക്ഷമായിട്ട് അറിയാം. നിങ്ങൾ പ്രത്യക്ഷമായിട്ട് കണ്ടു, ആ പ്രത്യക്ഷമായി നിങ്ങൾ കണ്ടതാണ് നാമത്തിന്റെ മഹത്വം. നിങ്ങളുടെ കയ്യിൽ വലിയ ലിസ്റ്റ് ഉണ്ടല്ലോ, എന്തിന്റെ? അജാമിളൻ ചെയ്ത പാപത്തിന്റെ. അതുകൊണ്ടാണ് ഇവര് അജാമിളനെ കൊണ്ടുപോകാൻ പോയത്. പക്ഷെ ആ ലിസ്റ്റും കൂടിയും കത്തിപ്പോയി അല്ലേ? ആ അജാമിളൻ ചെയ്ത പാപത്തിന്റെ ലിസ്റ്റും കൂടി കത്തിപ്പോയി.
അജാമിളോപേനൈവ മൃത്യുപാശാദമുച്ഛത. നോക്കിക്കോളൂ, നിങ്ങൾ കൊണ്ടുപോയ ആ മൃത്യുപാശം അതുപോലും ഒന്നും അല്ലാണ്ടായിട്ട് തീർന്നു. എല്ലാവരും പേടിക്കുന്നതാണ് എന്തിനെ? മൃത്യുപാശത്തെ. എല്ലാവർക്കും പേടിയാണ്. ബ്രഹ്മാവിനടക്കം പേടിയാണ്. ഭാഗവതം പറയും ഏകാദശത്തില്, ബ്രഹ്മാവ് അടക്കം അത് വന്ന് മുറുകുമെന്ന് പേടിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാ ഈ മൃത്യുപാശം വന്ന് മുറുക? അപ്പോ അതായത് നാശമെന്നർത്ഥം. എല്ലാവരും നശിക്കുന്നതിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആ നാശത്തിൽ നിന്ന് പോലും രക്ഷിക്കാൻ എന്തിനു സാധിച്ചു? നാമോച്ചാരണമാഹാത്മ്യം ഹരേഹേ പശ്യത പുത്രകാഃ അജാമിളോപേനൈവ മൃത്യുപാശാദ് അമുച്ഛതാം. പരിപൂർണമായിട്ടുള്ള മുക്തിയാണേ. നാമം ജപിച്ചു എന്നുള്ളതോടുകൂടി ഇനിയൊരു എത്ര പാപം ചെയ്തവനും ഇനിയൊരു ജന്മം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ആ ഭഗവാന്റെ പോഷണ ലീലയാണിത്. അതുകൊണ്ട് നമുക്കും എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് നമസ്കരിക്കാമെന്ന് പറഞ്ഞ് ആ നരകലോകത്തിൽ ഇരിക്കുന്നവർ പോലും നാരായണ നാമം ഉറക്കുറക്കെ ജപിക്കാൻ തുടങ്ങിയതാണ്. ആണ് പൂന്താനമൊക്കെ പാടും, നരകത്തിൽ പോലും നാരായണ നാമം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ലോകങ്ങളിലും ഇന്ന് നാമം മുഴങ്ങിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? കലിയുഗമാണ്. കലിയുഗത്തിൽ എല്ലാ ലോകങ്ങളും നശിപ്പിക്കപ്പെടും. എല്ലാ ലോകങ്ങളും അധർമ്മ ഭാവത്തിലേക്ക് എത്തും. അപ്പോ ഏത് ലോകങ്ങളിലുള്ളവരായാലും നാരായണ നാമത്തെ ജപിക്കണം. നാരായണ നാമത്തിന്റെ മഹിമ അജാമിളോപാഖ്യാനത്തിലൂടെ വ്യക്തമാക്കിക്കൊണ്ടാണ് പിന്നീട് വൃത്രാസുരന്റെയും ചിത്രകേതുവിന്റെയും കഥ പറഞ്ഞ് ഇതാ നമ്മൾ നരസിംഹാവതാരത്തിലേക്ക് സപ്തമസ്കന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആ നരസിംഹാവതാര സമയത്തും കൂടി ഇവിടെ ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് പരമാവധി ആളുകൾ ഇവിടെ ഉണ്ടാവുക. ഇനി അത്യാവശ്യം കുറെ ദൂരമൊക്കെ ഉള്ളവരെ നിവൃത്തിയില്ല. അടുത്തുള്ള ആളുകളൊക്കെ നരസിംഹാവതാരം ഇനിയിപ്പോൾ 7 അധ്യായങ്ങൾ വായിച്ചാൽ പെട്ടെന്ന് തന്നെ നരസിംഹാവതാരം വർണ്ണിച്ച് നമ്മൾ സമർപ്പിക്കും. 6 മണിയോടുകൂടി തന്നെ സമർപ്പണത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇവിടെ ഉണ്ടാവുക. പാനക നിവേദ്യം സമർപ്പിച്ചത് നമ്മൾ മാത്രമല്ല, ബ്രഹ്മാദി ദേവന്മാർ പോലും അങ്ങനെയാണെന്നാണ്. ഗജേന്ദ്രൻ അലറി വിളിച്ചിട്ടും നാട്ടുകാരെവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു എന്നാണ്. എപ്പോഴാ ഗജേന്ദ്രന്റെ കഥ? നാളെ രാവിലെ. അപ്പൊ ഗജേന്ദ്രൻ ഉറക്ക നിലവിളിക്കായിരുന്നു, രക്ഷിക്കൂ രക്ഷിക്കൂ എന്നൊക്കെ. എല്ലാവരും ഗാലറിയിൽ കണ്ടുകൊണ്ടിരുന്നു. ബ്രഹ്മാദയോ വിവിധ ലിംഗഭിതാഭിമാനാഹ. ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും വിവിധ ലിംഗഭിതാഭിമാനാഹ. എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് ബ്രഹ്മാവ്. അപ്പൊ ബ്രഹ്മാവിനെ പ്രത്യേകം വിളിക്കണോ? ഈശ്വര എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാവ് അതിൽ പെടില്ലേ? ഈശ്വര എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ദേവേന്ദ്രനും അതിൽ പെടില്ലേ? അഗ്നിയും പെടില്ലേ? വായുവും പെടില്ലേ? വരുണനും പെടില്ലേ? എല്ലാവരും പെടും. പക്ഷെ എല്ലാവരും പെട്ടിരിക്കുക മായയില്. ബാക്കിയുള്ളവരും ഒന്നും പെടുന്നില്ല. എല്ലാവരും മായയിൽ പെട്ടിരിക്കുക. എന്താ കാരണം? ബ്രഹ്മാവ് എന്ന് പറഞ്ഞ് എന്നെ പ്രത്യേകം വിളിച്ചാലേ ഞാൻ വരൂ. എന്നാ വിളിച്ചാൽ രക്ഷിക്കാൻ പറ്റുമോ? അത് ഇല്ല നിശ്ചയില്ലാതാണ്. അതും കൂടിയുണ്ട്. പിന്നെ എങ്ങനെയാ നമ്മൾ ആശ്രയിക്കുക? അതുകൊണ്ടാണ് ശരണം ശരണ്യം എന്ന് പറഞ്ഞത്. ശരണ്യനായിരിക്കുന്നത്, എല്ലാവർക്കും ഒരുപോലെ ആശ്രയമായിരിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ്. ബ്രഹ്മാദികൾക്ക് പോലും ആശ്രയമായിരിക്കുന്നവനെ ആശ്രയിക്കുകയാണ് നല്ലത്. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട എന്നല്ല. എന്നാൽ ആശ്രയിച്ചാൽ ചിലപ്പോൾ ഗജേന്ദ്രന് പറ്റിയ പോലെയാവും. ബ്രഹ്മാദയോ, അതാണ് ഭാഗവതം എടുത്തു പറഞ്ഞു, ബ്രഹ്മാദയോ വിവിധ ലിംഗഭിതാഭിമാനാഹ. എന്നെയാണോ വിളിക്കുന്നത്? ഞാൻ ബ്രഹ്മാവാണ്, എന്നെ വിളിച്ചാലേ ഞാൻ രക്ഷിക്കുള്ളൂ. ഞാൻ ദേവേന്ദ്രനാണ്, എന്നെ വിളിച്ചാലേ ഞാൻ രക്ഷിക്കുള്ളൂ. ഞാൻ വായുവാണ്, അഗ്നിയാണ്, വരുണനാണ്, എന്നെ വിളിച്ചാലേ. അല്ലെങ്കിൽ എവിടെയാണ് അഭിമാനം? ആ ദേവഭാവത്തിൽ പോലും അഭിമാനം ഉണ്ടാവുന്നത്. എന്നാൽ ദ്വന്ദ്വാതീതം, അല്ലേ, ത്രിഗുണരഹിതം, എല്ലാത്തിനും അതീതനും എല്ലാം മാറ്റിവെച്ചവനും അതൊന്നും ബാധിക്കാത്തവനായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാനെ തന്നെയാണ് ആശ്രയിക്കേണ്ടത് എന്ന്. അത് ഏതു തരത്തിലുള്ളവനായാലും, അജാമിളനായിക്കോട്ടെ. അജാമിളന്റെ കഥ പറഞ്ഞു. അജാമിളനെ വൈകുണ്ഠത്തിലേക്ക് ഉയർത്തിയ ഭഗവാന്റെ ആ അനുഗ്രഹത്തെ പറ്റി പറഞ്ഞിട്ടാണ് അടുത്ത കഥയിലേക്ക്, വൃത്രാസുരന്റെ കഥയിലേക്കാണ് പ്രവേശിക്കുക. അപ്പൊ വൃത്രാസുരന്റെ കഥ പറയുന്നതിന് മുമ്പ് വൃത്രാസുരനെ കൊണ്ടാവാൻ കാരണമായിട്ടുള്ള കഥ പറഞ്ഞു. ദേവന്മാരും അസുരന്മാരൊക്കെ ഉണ്ടായി കൂട്ടം കൂട്ടമായിട്ട്. 33 കോടി ഒരു ഭാഗത്ത്, 66 കോടി മറ്റൊരു ഭാഗത്ത് നിന്നൊക്കെ നമ്മൾ കണക്കായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒക്കെ എവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശരി. എന്തായാലും നമ്മൾ പറയണൊക്കെ 33 കോടി ആൾക്കാരെവിടെ തികച്ചുണ്ട് ദേവന്മാരുടെ ഇടയിൽ. 2-3 കൂട്ടുമോ? അത് പറ്റില്ല, ഞങ്ങൾ അത്രേ പഠിച്ചിട്ടുള്ളൂ എന്നാണ്. അത്രേ പറ്റും. അപ്പൊ 33 കോടി ഒരു ഭാഗത്ത്, 66 കോടി. എന്താ സംഭവം? ഒന്നിന്റെ ഇരട്ടിയാ മറ്റത്. അതന്നെ
അല്ലേ, ശുഭ വാസനകളുടെ ഇരട്ടിയാണെന്ത്? അശുഭ വാസനകൾ. അതാണ് പറയാൻ കാരണം. ഈ അശുഭ വാസനകൾ നമ്മളുടെ ഉള്ളിലുള്ള നന്മയെ പോലും ഇല്ലാതെയാക്കാൻ പ്രാപ്തമാണ്. അതാണ് ഈ 33, 66 ഒക്കെ പറയുന്നത്. അല്ലാതെ ഇപ്പോൾ സെൻസസ് എടുത്ത് പറയണമെന്നല്ല. 66 കോടി തികച്ചുണ്ട് ബൈ, അല്ലേ, ഒട്ടും കുറവില്ല, അങ്ങനെയൊന്നുമില്ല. കുറയും കൂടും, കുറെണ്ണം തട്ടിപ്പോവും, കുറെണ്ണം ആദ്യം ഉണ്ടാവും, കുറെണ്ണം വീണ്ടും പോവും. ഇങ്ങനെയുള്ള ഇതൊക്കെ ദേവന്മാര് അസുരന്മാരെന്നൊക്കെ പറയുന്നതിനെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിലുള്ള ആ ഭാവങ്ങളാണ്. അതിനി 7-ാം സ്കന്ധത്തിൽ പറയാൻ പോകുന്നു. കാരണം ഭഗവാൻ എല്ലാം ഒരുപോലെ. ഭഗവാൻ അല്ലേ 99 കോടിയും കൂടിയിട്ടാണ്, ഏത് 66, 33 കൂടി ചേർന്നിട്ടുള്ള ഏർപ്പാടേ ഭഗവാനുള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മാത്രമേ ഉള്ളൂ, അതല്ല, പിന്നെ എന്തൊക്കെ ജീവരാശികൾ ഇവിടെ ഉണ്ട്. അസുരന്മാരായിക്കോട്ടെ, ദേവന്മാരായിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, വൃക്ഷങ്ങളോ ചെടികളോ പുൽക്കൊടിയോ വള്ളികളോ, അല്ലേ, മണൽത്തരിയോ പാറക്കല്ലുകളോ ചെറിയ ചെറിയ കീടങ്ങളോ അണുക്കളോ എന്തുമായിക്കോട്ടെ, എല്ലാത്തിനെയും രക്ഷിക്കുന്ന ആ ഭാവം, അതിലൊരു ഭേദമില്ല. ഭഗവാൻ ഒരാളോട് കുറച്ച് കൂടുതൽ, അങ്ങനെയില്ല. ഭക്തന്മാരോട് കൂടുതലുണ്ടോ? അങ്ങനെ വ്യത്യാസമില്ല. ഭക്തന്മാരോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരാ തീരുമാനിക്കാൻ ചോദിക്കും. ആരാ ഭക്തന്മാരെ എന്ന് പറയാൻ? ഭക്തന്മാരെ മാത്രം രക്ഷിച്ചാൽ മതിയോ ചോദിച്ചാൽ എന്തായി? അയ്യോ, അത് പറ്റില്ല. അപ്പൊ അങ്ങനെ ഭേദങ്ങളില്ല എന്നാണ്. അതാണ് ദേവന്മാര് അസുരന്മാര് അവർ തമ്മിലുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ചില സമയത്ത് അസുരന്മാര് വധിക്കപ്പെടുന്നു, ചില സമയത്ത് ദേവന്മാര് ഓടിക്കപ്പെടുന്നു. അവര് വധിക്കപ്പെടില്ല. കാരണം എന്താ വെച്ചാൽ ഈ അമൃത് കഴിച്ചുകൊണ്ട് മരിക്കില്ല, എന്നാ നാട് മുഴുവൻ കിടന്ന് ഓടും ചെയ്യും. അങ്ങനെ ഓടി 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 ഒരിക്കൽ എന്തുണ്ടായി? ഒരിക്കൽ അതിഥി ദിതി പുത്രന്മാരായിട്ടൊക്കെ ജനിച്ച് ഇവര് പരസ്പരമുള്ള മത്സരങ്ങൾക്ക് കാരണമായത് ദക്ഷൻ എന്നുള്ള ഈ അതിഥിയുടെ ദിതിയുടെ അച്ഛനായിട്ടുള്ള ദക്ഷ പ്രജാപതി പ്രാചേതസ ദക്ഷൻ നാരദനെ ശപിക്കാണ്ട് വന്നതൊക്കെയാണ്. നാരദ മഹർഷിയെ ശപിച്ചതിന്റെ ഫലമായിട്ട് തിരിച്ചടിച്ചതാണ് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ എന്ന് പറയും. നാരദ മഹർഷി ശപിച്ചതല്ല, നാരദനെ ദക്ഷൻ ശപിച്ചു. അങ്ങനെയാണ് നാരദ മഹർഷി ദക്ഷനുണ്ടായ പുത്രന്മാരെയൊക്കെ ഭഗവാനിലേക്ക് വഴി കാണിച്ചു കൊടുത്തു. അത് ദക്ഷന് ഇഷ്ടമായില്ല. ദക്ഷൻ പുത്രന്മാരെ സൃഷ്ടിച്ചത് ഈ ലോകത്തിൽ കിടന്നിങ്ങനെ വട്ടം കറങ്ങാൻ വേണ്ടിയിട്ടാണ്. നാരദ മഹർഷി ചോദിച്ചു, എന്തിനാ നിങ്ങളിവിടെ ബുദ്ധിമുട്ടണം? നിങ്ങൾക്ക് ഭഗവാനിലേക്ക് എത്തിക്കൂടെ? അവർ തയ്യാറായി. അവരെയൊക്കെ ഭഗവാനിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. ദക്ഷൻ ഇതിന്റെ പേരിലാണ് തൻ്റെ പുത്രന്മാരെയൊക്കെ നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നാരദനം നശിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നാരദൻ ഇനി എവിടെയും ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റാതെ വട്ടം കറങ്ങി നടക്കാൻ ഇടവരട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇല്ലെങ്കിലേ വട്ടം കറങ്ങി നടക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ആൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ചൊരു ശാപത്തിന്റെ ആവശ്യമില്ല. നാരദന് ഒന്നും കൂടി സ്പീഡ് കൂട്ടി. 80-ലുണ്ടായിരുന്നു 100-ലാക്കി മാത്രം, അല്ലേ? അതുവരെ 70-ലും 60-ലും 80-ലൊക്കെ പോയിരുന്നത് 100, 120 ആയിട്ട് മാറി. എന്താ? നല്ലോണം കറങ്ങട്ടെ എന്നാണ് ദക്ഷൻ ശപിച്ചത്. സുഖമായില്ലേ? ഏറ്റവും കൂടി സ്പീഡിലുള്ള വണ്ടി കിട്ടി എന്ന് പറഞ്ഞ പോലെയാണ്. വേഗം എത്തേണ്ട ആൾക്ക് ഇങ്ങനെ മെല്ലെ അങ്ങനെ കാളവണ്ടി കയറിയാൽ മതി. അതുപോലെ അപ്പൊ ഇതുവരെ കാളവണ്ടിയിൽ പോയിരുന്ന ആള് ഇപ്പൊ എന്തുണ്ടായി? ഇപ്പൊ ഫ്ലൈറ്റിൽ പോകാൻ തുടങ്ങി. എത്ര വേഗം ഓരോ സ്ഥലത്തേക്ക് അനുഗ്രഹിക്കാൻ വേണ്ടി എത്തുന്നത്. ദക്ഷന്റെ എന്താ കാരണം? ദക്ഷന്റെ ശാപം കിട്ടിയോണ്ട് എനിക്ക് വേഗത കൂടി എന്നാണ് നാരദൻ. ദക്ഷൻ എന്താണ്ടായത്? ദക്ഷന്റെ കുടുംബം നശിച്ചു. അതാണ് നേരെ തിരിച്ച് തൻ്റെ ശാപം തനിക്ക് തന്നെ തിരിച്ച് അടിക്കാൻ ഇടവന്നു എന്നാണ്. അതാണ് ദക്ഷപുത്രിമാരിലുണ്ടായ കുട്ടികളൊക്കെ തമ്മിൽ മത്സരങ്ങൾ, യുദ്ധങ്ങൾ. അതിനിടയ്ക്കാണ് ഒരിക്കൽ അസുരന്മാരെ തോൽപ്പിച്ചതായിട്ടുള്ള ദേവന്മാര് അതിലൊക്കെ അങ്ങോട്ട് അഹങ്കരിച്ച് ഗുരുനാഥനായിട്ടുള്ള ബൃഹസ്പതിയെ കണ്ടിട്ട് പോലും തിരിഞ്ഞു നോക്കില്ല. ബൃഹസ്പതി മറഞ്ഞതോടുകൂടി അസുരന്മാര് വീണ്ടും വന്നു. ഗുരുവിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവർക്ക്. ഈ സമയത്ത് ഇവരെയൊക്കെ കൊല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവന്മാരുടെ നിൽക്കുക. ദേവന്മാർക്ക് പിന്നെ എളുപ്പമുള്ള പണി ആദ്യം അറിയാം. ചെരുപ്പൊക്കെ അവിടെ തന്നെ വെക്കും ഓടും. ചെരുപ്പ് അവിടെ തന്നെ വെച്ച് ചെരുപ്പ് ഊരി ഓടുക എന്ന് പറഞ്ഞില്ലേ? എന്താണ് 18-ാമത്തെ ഒക്കെ കഴിഞ്ഞ് 36-ാമത്തെ അളവ് പ്രയോഗിച്ച് അവർ ഓടാൻ തുടങ്ങി. ഓടി ഓടി ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി. ബ്രഹ്മാവ് പറഞ്ഞു, വിശ്വരൂപം എന്ന് പറഞ്ഞിട്ടുള്ള മഹാത്മാവിനെ ഗുരുവായിട്ട് വലിച്ചോളൂ. പോയി കൊണ്ടുവന്നു. നാരായണ കവച മന്ത്രം ഉപദേശിച്ചു. നാരായണ കവച മന്ത്രമൊക്കെ ജപിച്ചതോടുകൂടി കുറച്ചൊരു ഹോർലിക്സ് കുടിച്ചു ഉഷാറൊക്കെ ഉണ്ടായി. നേരെ ചെന്ന് അസുരന്മാരെയൊക്കെ തോൽപ്പിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴോ ആ ഹോർലിക്സിന്റെ ഇത് തീരാണ്ട് ഉപദേശിച്ച ഗുരുനാഥന്റെ തല വെട്ടി. മുഴുവൻ കുറച്ച് ഭേദായതാണ്. ഗുരുനാഥനായിട്ടുള്ള വിശ്വരൂപന്റെ അനുഗ്രഹം കൊണ്ട് ആ ഗുരുനാഥനെ കൊന്നു. ഇങ്ങനെ നെറികേട് കാണിക്കാൻ ദേവേന്ദ്രൻ അല്ലാതെ ഒരാൾക്ക് സാധിക്കില്ല. എന്നിട്ട് എന്താണ്ടായത്? ആ പാപം വൃത്രാസുരന്റെ രൂപത്തിൽ വന്നു. പിന്നെ ഓടാൻ തുടങ്ങി. ആദ്യം വിചാരിച്ചത് ഇതൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തപ്പോൾ തീർന്നു എന്നാ. എന്ത് പാക്ക് ചെയ്തിട്ട്?
ഗുരുനാഥനെ കൊന്ന പാപം കൂടി ഒരു 4 പാക്കറ്റിലാക്കി വെച്ചു. അത് സ്ത്രീകൾക്കും ജലത്തിനും മരങ്ങൾക്കും ഭൂമിക്കും ഒക്കെ ആയിട്ട് വീതിച്ച് നൽകി. അവരൊക്കെ ഇത് അനുഭവിക്കുന്നുണ്ട്. ദേവേന്ദ്രന്റെ പാപം പോയതില്ല. അതാണ്ടായത്. പോയി കൈ നീട്ടി വാങ്ങിയ ആൾക്കാരൊക്കെ കിട്ടേണ്ടത് കിട്ടി. എന്നാൽ ഇയാളുടെ പോകേണ്ടത് പോയോ? അതില്ല. അതെങ്ങനെ പോണു? പാപം പോകും. അവനവൻ ചെയ്ത പാപം വേറൊരാൾക്ക് വിധിച്ചു കൊടുക്കാൻ പറ്റും. താൻ അതന്നെ. അല്ല, അറിയില്ലേ, നോക്കില്ല. കർക്കിടകം കഴിഞ്ഞപ്പോൾ മറന്നു. ഇനി അടുത്ത കർക്കിടത്തിൽ താൻ എന്ന് പറഞ്ഞാൽ മതി എന്നാണോ? അല്ല, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നേ വരൂ. അവിടെ ദേവേന്ദ്രൻ ചെയ്ത പാപത്തിന്റെ ഫലം ദേവേന്ദ്രൻ തന്നെ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ അതാണ് ദേവേന്ദ്രൻ എന്തൊക്കെയോ സ്പെഷ്യൽ ഓഫറായിട്ട് നൽകുമെന്നൊക്കെ പറഞ്ഞിട്ടേ ഫ്രിഡ്ജ് വാങ്ങിയ സ്പൂൺ ഫ്രീ എന്നൊക്കെ പറഞ്ഞ് ചെന്ന ആൾക്കാരാ. സ്ത്രീകൾ കുറെ ആൾക്കാർ ചെന്നു, വൃക്ഷങ്ങൾ ചെന്നു, ജലം ചെന്നു, ഭൂമി ചെന്നു. ഇങ്ങനെ 4 പേർക്കുമായിട്ട് ബ്രഹ്മഹത്യാ പാപം വീതിച്ചു കൊടുത്തതാണ്. പോയ ആൾക്കാരൊക്കെ കിട്ടി, അതനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ദേവേന്ദ്രന്റെ പാപം അതവിടെ തന്നെ കിടക്കുന്നു. ദേവേന്ദ്രൻ വീണ്ടും വീണ്ടും പാപങ്ങൾ ചെയ്തു കൂട്ടാൻ തുടങ്ങി. വൃത്രാസുരൻ എന്ന് പറഞ്ഞ അസുരൻ ദേവേന്ദ്രനെ കൊല്ലാൻ വേണ്ടി വന്നു. ആ സമയത്ത് ഭഗവാനെ കണ്ട് പേടിച്ചോടി ഭഗവാന്റെ അടുത്ത് ചെന്ന് ദദീജി മഹർഷിയുടെ അസ്ഥികളെ കൊണ്ട് വജ്രായുധം നിർമ്മിച്ചുകൊണ്ട് ദേവേന്ദ്രൻ യുദ്ധത്തിന് വന്നു.